ദൈവനായ കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് പകരം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം വലിയ സാവകാശം ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട വന്ദനം പറയുന്ന കർത്താവ് നമ്മ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ നന്മകൾ അനുഭവിച്ച് ചിലതിലും നടക്കുവാൻ ദൈവം വഴി നടത്തുന്നില്ല. എന്ന് പകരം പരിശുദ്ധാത്മാവിന് ദൈവം ചില കാര്യമുണ്ടാകുന്നത് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുത്താൽ നിശ്ചയമായി മതാനുഭവമായി തീരും, അത്ഭുതകരമായി തീരും. ദൈവത്തിന്റെ ആത്മാവ് പലതും അവൻ നമ്മോട് പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല, പറയാതെ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ദൈവത്തെ വിശ്വസിക്കുക, ദൈവം ചെയ്യും നന്മയ്ക്കായി അല്ലെ കർത്താവ് ചെയ്യുന്ന കാര്യം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചാൽ നയനിലെ വിധവയെ കാണാൻ കർത്താവ് വിധവയെ ആഗ്രഹിച്ചിട്ടൊന്നല്ല, അല്ലാതെ ഇരുന്നല്ലേ. അപ്പൊ അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആരും പറഞ്ഞിട്ടല്ല. ദൈവത്തിന്റെ ആത്മാവിന് ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ ഇഷ്ടം തോന്നുന്നുണ്ട്. നാം അവന്റെ മക്കളാകിയാൽ ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ട്. അവൻ ആ ദൈവകരങ്ങളിൽ നമുക്ക് ശരണപ്പെട്ട് ആയിരിക്കാം. വായിച്ച സങ്കീർത്തനം അവൻ 65 സങ്കീർത്തനമാണല്ലോ. 65 സങ്കീർത്തനം 4-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിച്ച കർത്താവിനെ മക്കൾ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം 4-ാമത്തെ വാക്യം, അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കാം. 1-ാമത്തെ വാക്യം വായിക്കട്ടെ. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം. ഈ വാക്യം ഞാൻ കുറെ പ്രാവശ്യം ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ എല്ലാം വായിക്കുന്ന കാര്യമാണ്. ദൈവത്തിന് എന്തുവാ സ്തുതി? യോഗ്യമായ കാര്യമാണ്. കാരണം എന്തുവാ? ദൈവത്തിന് ഏറ്റവും യോഗ്യമായ കാര്യമാണ് സ്തുതി എന്ന് പറയുന്നത്. അതിന്റെ കാര്യം എന്തുവാ? മറ്റാർക്കും വിട്ടുകൊടുക്കാത്ത, ദൈവം വിട്ടുകൊടുക്കാത്ത ഒരേ ഒരു കാര്യം എന്തുവാ? സ്തുതി അല്ലെ. ദൈവം മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. കാരണം ദൈവ പുകഴ്ച എന്തോ ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. മറ്റൊന്നും ദൈവം ആഗ്രഹിക്കാറില്ല. ദൈവം ചോദിക്കുന്ന ഒരു കാര്യം ഞാൻ അതല്ലാണ്ട് വേറൊന്നും പറയുന്നില്ല. അതുകൊണ്ട് പിശാചിന് നല്ലവണ്ണം അറിയാതെ നമ്മൾ സ്തുതിക്കാതിരിക്കുക, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കുക. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കും തോറും പിശാചി വീണ്ടും വീണ്ടും തന്റെ പദ്ധതികൾ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കും അല്ലെ. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് ദൈവത്തിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന വിഷയമായതുകൊണ്ട് പിശാച് എന്ത് ചെയ്യും? ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കുക എന്നുള്ളത് പിശാചിന്റെ പദ്ധതി. എവിടെയൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജനമുണ്ടായിട്ട് അവിടെ എല്ലാം വിടുതൽ നടന്നിട്ടുണ്ട്. എവിടെയൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വിഷയങ്ങൾ നടന്ന അവിടെയെല്ലാം ദൈവിക പ്രവൃത്തികൾ വെളിപ്പെട്ടുണ്ട്. ആമേൻ. കർത്താവിന് കൊടുക്കേണ്ട മഹത്വം അതുപോലെ ഉണ്ട്. അതുകൊണ്ട് സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം. 48-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? എന്തുകൊണ്ടാണ് ദൈവത്തിന് സ്തുതി യോഗ്യം എന്ന് പറയുന്നതിന്റെ കാര്യം? 48-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം. ദൈവമേ, നിന്റെ നാമം പോലെ തന്നെ, ദൈവമേ നിന്റെ നാമം പോലെ തന്നെ നിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു. നിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു. നിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു. നിന്റെ വലങ്കയിൽ നീതി നിറഞ്ഞിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വലങ്കയിൽ നീതി നിറഞ്ഞിരിക്കുന്നു. ആ ഭാഗം പോലെ നിൽക്കട്ടെ. ദൈവത്തിന്റെ നാമം എത്ര വലുതാണോ അത്രത്തോളം വലുതായി ദൈവത്തിന്റെ സ്തുതിയും എത്തുന്നു. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോ ഈ നാമം എത്ര വലുതാണ് അത്രത്തോളം വലിയ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് 77-ാം സങ്കീർത്തനത്തിൽ 78-ാം സങ്കീർത്തനത്തിലൊക്കെ പറയുന്ന പോലെ കൊമ്പും തുളമ്പുമുള്ള മൂരിയേക്കാളൊക്കെ ദൈവത്തിന് പ്രസാദകരമായത് എന്തുവാ? ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക. ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള എത്ര വലിയ കാളയെ കൊണ്ട് കൊടുക്കുന്നതിനേക്കാളും ദൈവത്തിന് ഇഷ്ടം 51-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് ദൈവമേ തകർന്നിരിക്കുന്ന മനസ്സ് അല്ലെ, അത് ഹനയാഗത്തേക്കാൾ ഹോമയാഗത്തേക്കാൾ ദൈവത്തിന് പ്രസാദമുള്ള യാഗമാണെന്ന് പറഞ്ഞു. അപ്പൊ തകർന്ന് നുറുക്കിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം ചെയ്തില്ല, ഒരിക്കലും നിരസിക്കത്തില്ലാത്ത ദൈവമാണ്. അങ്ങനെ കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, എന്റെ നിങ്ങളുടെ തകർച്ച കാണുവാൻ എല്ലാവരും ആഗ്രഹിക്കുമ്പോൾ തകർന്നു നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കാത്ത ഒരുവൻ എനിക്ക് നിങ്ങൾക്കുമുണ്ട്. ആ ദൈവം പറയുക, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ പറഞ്ഞു വന്ന വാക്യം ഇതാ, ദൈവത്തിന്റെ സ്തുതി യോഗ്യം. ദൈവത്തിന്റെ നാമം പോലെ തന്നെ ദൈവത്തിന്റെ സ്തുതി യോഗ്യം. ഇനി രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം 41-42 വാക്യം. ശലോമോൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്കകത്ത് താൻ പറയുന്നൊരു കാര്യം, രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 8-ാം അധ്യായം 41-42 വാക്യം. അപ്പൊ നോക്കിയ ദൈവത്തിന്റെ നാമത്തെ കുറിച്ച് കേൾക്ക്. ശലോമോൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തുവാ? ദൈവമേ, അത്രയുമല്ല, നിന്റെ നാമത്തെ കുറിച്ച് കേൾക്കുന്ന ഒരു അന്യജാതിക്കാരൻ എന്റെ ദൂരദേശത്ത് കേൾക്കും. അടുത്ത പദം ശ്രദ്ധിക്കണമേ, അത് വായിക്കാൻ വേണ്ടി പറഞ്ഞതാ. അപ്പൊ നോക്കി ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിക്കണം. ഒന്ന് നിർത്തി വായിക്കാമോ? അവർ നിന്റെ നാമത്തെയും അവർ നിന്റെ നാമം ഹേതുവായി വരികയും അവർ നിന്റെ മഹത്വമുള്ള നാമത്തെയും ബലമുള്ള ഭുജത്തെയും നീട്ടിയിരിക്കുന്ന കയ്യെ കുറിച്ച്
അപ്പൊ ആര് കേൾക്കണം? ദൈവം തന്റെ ജനത്തിലേക്ക് കൈ നീട്ടിയതിനെ കുറിച്ചും തന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തിയതിനെ കുറിച്ചും അവന്റെ നാമത്തിന്റെ മഹത്വം അവരുടെ മേൽ വെച്ചിരിക്കുന്നതിനെ കുറിച്ച് അവർ കേൾക്കും. അവരെന്ത് ചെയ്യും? നിന്റെ ആലയത്തിലേക്ക് വരും. അവർ നിന്നോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥന കേൾക്കും. അതാ ശലോമോന്റെ പ്രാർത്ഥന. പക്ഷെ ദാവീദ് ആഗ്രഹിച്ചെന്തുവാ? ഈ ആലയം സർവ്വദേശങ്ങൾക്ക് കീർത്തി ശോഭയുള്ളതായിരിക്കണം എന്ന് പറഞ്ഞാൽ സകല ആളുകളും കേൾക്കും ഈ ആലയത്തെ കുറിച്ച്. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ദൈവത്തിന് മഹത്വമുണ്ടോ? അപ്പൊ ശബാരാജ്ഞി വന്നു, ശലോമോൻ പണിത ആലയം കാണുവാനൊക്കെ വന്നിട്ട് അവൾ പറഞ്ഞ കാര്യം ഞാൻ എന്റെ ദേശത്ത് വെച്ച് കേട്ടതിനേക്കാളും വലിയ കാര്യം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാ. നോക്കിയേ, കേൾവിയേക്കാൾ ഭയങ്കരമായ കാര്യമാ ആർക്ക് വേണ്ടി ചെയ്തതാ? ശലോമോന് വേണ്ടി, ആ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം ചെയ്ത വിഷയം. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു കാര്യം ഓർക്കുക, ദൈവത്തിന്റെ സ്തുതി യോഗ്യമെന്ന് പറയുവാൻ കാര്യം അവന്റെ നാമത്തിന്റെ മഹത്വം സകല ജാതികളും അറിയുവാൻ വേണ്ടിയാ. അവന്റെ നാമത്തിന്റെ മഹത്വം സകലരും അറിയുവാൻ വേണ്ടിയാ. ആമേൻ. യഹോവേ, നിന്റെ നാമം പോലെ തന്നെ നിന്റെ സ്തുതിയും സകല ജനത്തിലേക്ക് എത്തുകയാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഒരു കാര്യമൊക്കെ ഞാൻ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കുമ്പോ അവൻ നടക്കുന്ന വിഷയം എന്തുവാ? ദൈവത്തിന്റെ നാമത്തെ നാം കുറച്ചു കാണിക്കുകയാ, അല്ലെ? അതുകൊണ്ടാണ് പറഞ്ഞത് അവന്റെ നാമത്തിന് തക്ക മഹത്വം. അവന്റെ നാമം എത്ര വലുതാണോ അത്രത്തോളം വലിയ മഹത്വം നാം അർപ്പിക്കണം. അവന്റെ നാമം എത്രത്തോളം വലുതാണോ അത്രത്തോളം വലുതായി നാം അർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇലക്ഷനൊക്കെ വരികയല്ല, ഓരോ പാർട്ടികളും അവരുടേതായ അണികൾ അല്ലെ നേതാക്കന്മാരെ വിളിച്ചു കൊണ്ടുവരുന്ന ഓരോ പുകഴ്ചയുടെ വാക്കുകളൊക്കെ കേട്ട് ശരിക്കും പറഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കിയില്ലേലും പറയുന്ന വാക്കുകൾ എത്രയോ വലിയ നല്ല വാക്കുകൾ, അല്ലെ? അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഓർക്കുക, അവൻ എല്ലാവരും തിരിഞ്ഞു നോക്കാതെ പോയപ്പോൾ പുറംപറമ്പിൽ എറിയപ്പെട്ടിരിക്കുന്ന എന്നെ നിങ്ങളെ തിരിഞ്ഞു നോക്കി അവന്റെ മാറോടണച്ച് അവന്റെ മക്കളാക്കി തീർത്ത ദൈവസ്നേഹമോർത്ത ഇന്ന് പകരം ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കുന്നില്ല. കാരണം എന്റെ ദൈവം എത്ര വിശ്വസ്തനാ. ഒരു കണ്ണിനും ദൈവം തോന്നാതെ അടയ്ക്കപ്പെട്ടിരുന്ന മുറിക്കകത്ത് ഇരുന്നുകൊണ്ട് നിലവിളിച്ച സമയം ആരും കാണാതെ എന്റെ ജീവിതത്തിനകത്ത് ഒരു നന്മ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞുകൊണ്ടിരുന്ന സമയം എന്നെ നിങ്ങളെ വിളിച്ച് ബാബോടണച്ച് മറുപടികൾ തന്ന് നമ്മെ വഴി നടത്തിയ ദൈവം എത്ര വിശ്വസനാ. എന്റെ വഴികളൊക്കെ ദൈവത്തിന് മനസ്സിലായിരിക്കുന്നവർക്ക് അന്ന് ദൈവത്തെ അറിയാതിരുന്നപ്പോ ദൈവത്തിന് നമ്മുടെ വഴി അറിയാമെങ്കിൽ ദൈവത്തെ അറിയുമ്പോൾ എത്ര കൃത്യമായിട്ട് അറിയാം. ആമേൻ. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം. ഈ 4-ാമത്തെ വാക്യത്തിലേക്ക് വരാം. നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തന്മാരാ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട്. ആലയത്തിനകത്ത് ഈ സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന രണ്ട് നന്മകളാണ്. രണ്ട് നന്മകളെ കൊണ്ടാണ് ഈ സങ്കീർത്തനം നിൽക്കുന്നത്. ഒന്ന്, ആലയത്തിനകത്തെ നന്മ. രണ്ട്, സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. ആലയത്തിന്റെ നന്മ അനുഭവിക്കുന്നതിന് ദൈവം കൊടുത്തിരിക്കുന്ന ബോണസ് സംവത്സരം മുഴുവൻ നന്മയാൽ നടക്കുക എന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് നമ്മൾ പണിയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഞാൻ അതാ പറഞ്ഞു വെച്ചിരുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് പണിയേണ്ട, ദൈവം അതിനുവേണ്ടിയുള്ള വഴികൾ തുറക്കുന്നതാണ്. സംവത്സരം നന്മ കൊണ്ട് അലങ്കരിക്കുക. എന്ത് ചെയ്യുന്നു? കട്ടയെ ഉടച്ചു നടക്കുന്നു, മഴ പെയ്യുന്നു, എല്ലാ പരിപാടികളും ആരാ ചെയ്യുന്നതാ? ദൈവം തന്നെയാ ചെയ്തതാ. യോസേഫ് സിംഹാസനത്തിൽ എത്തുവാൻ ദർശനം കൊടുത്തത് മാത്രം ദൈവം ചെയ്തു. യോസേഫ് കണ്ടത് സ്വപ്നം മാത്രമേ ഉള്ളൂ. ഈ സ്വപ്നത്തിന് വേണ്ടി എത്രത്തോളം പരിശ്രമിച്ചു. പോയ പോക്ക് കണ്ടു കഴിഞ്ഞാൽ സ്വപ്നത്തിന്റെ യാതൊരു അടുത്തൂടെയും പോകത്തില്ല, അല്ലേ? എഞ്ചിനീയറിംഗ് പഠിക്കുന്നയാൾ എഞ്ചിനീയറിംഗിന് പോകണം, അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ ഏതെങ്കിലും IAS ഓഫീസർ ആകണം എന്ന് പറയുന്ന വ്യക്തി അതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നത്, അല്ലെ? നമ്മളങ്ങനെ പറയുന്നത് അതിനുള്ള പഠിത്തങ്ങൾ പഠിക്കും, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. CA ആണ് എടുക്കുന്നെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട് അതിനുവേണ്ടിയുള്ള പഠിത്തങ്ങൾ. ഓരോ കോഴ്സിനും പൈലറ്റ് ആകാൻ വേണ്ടി ആരും എന്ത് ചെയ്തില്ല, പൈലറ്റിനുള്ള പഠിത്തം പഠിക്കണം, അല്ലെ? ഓരോ വിധത്തിലും അതിന് അവൻ അതുപോലെ ആ പൊസിഷനിൽ ആകണമെങ്കിൽ അതിൻ്റെതായ പഠിത്തങ്ങളുണ്ട്. എന്നാൽ യോസേഫ് ഏത് കോളേജിലാണ് പഠിച്ചത്? യോസേഫ് എത്തിപ്പെട്ട സ്വപ്നം എവിടെയാണ്? ഫറവോന്റെ 2ാം സ്ഥാനത്ത് യോസേഫ് എത്തി. പക്ഷെ പഠിച്ച കോളേജുകളൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ഏതൊക്കെ ക്വാളിഫിക്കേഷൻ നേടിയെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ദൈവം തന്റെ പാഠശാലയിൽ കൂടെ പഠിപ്പിച്ചു. ആ പാഠശാലയിൽ ഒന്നാമത് നടന്നത് എന്തുവാ? സഹോദരന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ടു, സഹോദരന്മാരാൽ പകയ്ക്കപ്പെട്ടു. ഒന്നാമത്തെ പാഠശാല എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു. 2ാമത്തെ പാഠശാല പൊത്തീഫറിന്റെ വീട്ടിലെ കുഴപ്പമില്ലാതെ പോകുക. അവിടെ വെച്ചാ പ്രശ്നം ഉണ്ടാകുന്നത്. താൻ പ്രതീക്ഷിക്കാത്ത പ്രശ്നം. അവിടുന്ന് പുറത്ത് ചാടിച്ചു, അല്ലെ? വീണ്ടും അടുത്ത പാഠശാല
കാരാഗ്രഹത്തിനകത്ത്. പക്ഷെ ഇവിടെ എല്ലാം ചെല്ലുമ്പോഴും അവനെ കൊണ്ടുപോകുന്ന വഴിയിലേക്കുള്ള ഒരു പഠിപ്പീര് ദൈവം ചെയ്തിട്ടുണ്ട്. അവൻ അറിയാത്ത ചില കാര്യങ്ങൾ ദൈവം പഠിപ്പിച്ചതാ പറഞ്ഞിരിക്കുന്നത്. അവൻ സംവത്സരത്തെ നന്മ കൊണ്ട് നിറയ്ക്കുവാൻ തക്കവണ്ണം യോസേഫിനെ ദൈവം പഠിപ്പിച്ച ചില പഠിപ്പിക്കുക. എല്ലാവരും ഉപേക്ഷ ഇനി ഒരു രക്ഷപ്പെടത്തില്ല. ഇവൻ പഠിക്കാൻ പാടില്ല, ഇതുകൊണ്ട് വലിയ ഉപകാരമൊന്നും ഇല്ലെന്നാ പറഞ്ഞ. പഠിക്കാൻ പാടില്ല, ഇനി രക്ഷപ്പെടത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഉപേക്ഷിച്ചതാ. ഇത്രയൊക്കെ എത്തുള്ളൂ പറഞ്ഞു. പക്ഷേ തമ്പുരാൻ പറഞ്ഞു അല്ലല്ല, എനിക്ക് ഇവനെ കുറിച്ച് പദ്ധതിയുണ്ട്. ദൈവിക പാഠശാലയിലൊക്കെ ഒന്ന് കയറ്റി. അത് നാം കാണുന്ന പൊത്തിഫേറിന്റെ വീട്ടിൽ അവളെയല്ലാതെ പൊത്തിഫേറിന്റെ ഭാര്യയല്ലാതെ മറ്റെല്ലാറ്റിയും കൊടുത്ത് സകലത്തിനും ഗ്രഹോപചാരകനാക്കി കൊണ്ടുപോയി. അവനെ അതിന്റെ ഉടമസ്ഥനാക്കി നിർത്തുകയും എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ട് നടത്തുവാനുള്ള ഒരു വ്യക്തിയാക്കി. എന്തിനാ? ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ചെല്ലുമ്പോ ഇവൻ എല്ലാ കാര്യവും നോക്കി നടത്തേണ്ടവനാ. എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയെല്ലാം പുള്ളി ആരായിരുന്നു? 2ാം സ്ഥാനക്കാരനാണ്. അങ്ങനെ വായിക്കുന്നത്. പൊത്തിഫേറിന്റെ വീട്ടിൽ പുള്ളി പൊത്തിഫേർ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം. അതെ, കാരാഗ്രഹത്തിൽ ചെന്നപ്പോ കാരാഗ്രഹ പ്രമാണി കഴിഞ്ഞാൽ 2ാം സ്ഥാനം പുള്ളിക്കാം. പിന്നെ ഒരു കാര്യം ഓർക്കുക, ഏത് സ്ഥാനത്തോട്ടാ കൊണ്ടുപോകുന്നു എന്നുള്ളതിന്റെ തെളിവ് യോസേഫിന് അന്നേരം പിടികിട്ടിയില്ല. പക്ഷെ ഈ 2ാം സ്ഥാനം കൊടുത്തപ്പോ തമ്പുരാൻ പറഞ്ഞു, നീ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ചെല്ലുമ്പോൾ 2ാം സ്ഥാനത്ത് നിൽക്കും. ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് നിനക്ക് ഒരു 2ാം സ്ഥാനം കൊണ്ട് എന്തുവാ? ഫറവോൻ പറയുക, സിംഹാസനം കൊണ്ടല്ലാതെ ഞാൻ നിനക്ക് മുകളിലായിരിക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിനക്ക് മുകളിലായിരിക്കും. ബാക്കി എല്ലാ കാര്യവും ഈ മിസ്രൈമിലുള്ള സകലമായ ആൾക്കാരും അവിടെയാ യോസേഫിനെ നമ്മൾ പഠിക്കേണ്ടത്. സകലമായ ആൾക്കാരും നിന്നെ നമസ്കരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ നീ പറയാതെ ഓരോരുത്തരും അനങ്ങത്തിരുന്ന പറഞ്ഞപ്പോ പൊത്തിഫേർ ആ കൂടെ കൂട്ടിയതാ. നമ്മളാണ് നോക്കിയത് കിട്ടിയ അവസരം. എല്ലാവരും പറഞ്ഞ ആദ്യത്തെ പണി ആർക്കട്ടാ കൊടുക്കുന്നത്? പൊത്തിഫേറിന്റെ ഭാര്യയ്ക്ക്. കാരണം അന്ന് എനിക്കിട്ടൊരു പണി വരുന്ന അല്ലെ, ആദ്യത്തെ ഭാര്യ. അതുകൊണ്ട് നമ്മളെ ചെയ്യാത്തത്. ആമേ. യോസേഫ് പക്ഷെ പൊത്തിഫേറിന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞത് തന്നെ അവിടെ കൊണ്ടെത്തിയിട്ടുള്ള ഉദ്ദേശമുണ്ട്. പറയുന്നുണ്ട്, സഹോദരന്മാരും ഒന്ന് വീണ് കരയുമ്പോ യോസേഫ് പറയുന്നുണ്ട്, ബഹുജനത്തിന് ജീവരക്ഷയ്ക്കായിട്ട് ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ച. ഇന്ന് പകൽ അങ്ങനെ ഒരു കാര്യം തിരിച്ചറിയാൻ പറ്റുമോ? ഇന്നലകളിൽ ഞാൻ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾ, ഇന്നലകളിൽ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ബഹുജനത്തിന്റെ ജീവരക്ഷയ്ക്ക് കാരണമാകുമെങ്കിൽ ഞാൻ അത് സന്തോഷത്തോടെ അനുഭവിക്കുമെന്ന് പറയുവാ. ഇതുപോലെ എത്ര പേർക്ക് അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് ബഹുജനത്തിന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി ചില പെടാപ്പാടുകളൊക്കെ പെടേണ്ടി വരുന്നേ. ഭാരപ്പെടണ്ട. കാരണം തമ്പുരാൻ പറഞ്ഞ ഒരു കാര്യം, 2ാം സ്ഥാനം വെച്ചിട്ടാ ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്നത്. 2ാം സ്ഥാനം വെക്കുമ്പോഴേ ഇവർ വരുന്നുള്ളൂ. അതുവരെ എന്ത് ചെയ്യും? ആ 2ാം സ്ഥാനത്ത് എത്തും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ കാര്യം തിരഞ്ഞെടുപ്പ്. യോസേഫ് തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്നവർ നന്മ. ആലയത്തിനകത്തൊരു നന്മയുണ്ട്. ആ നന്മ പ്രാപിക്കാൻ ദൈവം വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയാണോ? ദൈവം എന്ത് ചെയ്യും? അതിനുള്ള വഴികളും വെട്ടും. ദാവീദിനെ സിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി ദൈവം തീരുമാനിച്ചു. പ്രസംഗിച്ചത് കേട്ട് കഴിഞ്ഞാൽ സമൂഹം വന്നിട്ട് സമൂഹങ്ങളൊക്കെ പ്രസംഗിച്ച് കേട്ട അടുത്ത സെക്കൻഡിൽ കസേരയിരുത്തുന്ന. കാരണം മനുഷ്യൻ തീരോ അവന്റെ പൊക്കമോ വണ്ണോ ഒക്കെ നോക്കി മനുഷ്യൻ കണ്ണിന് കാണുന്ന നോക്കുന്നത്. യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. തെരഞ്ഞെടുപ്പിന് ബാക്കി ചേട്ടന്മാരെല്ലാം വന്ന് ലൈനായിട്ട് നിൽക്കുമ്പോഴും ദാവീദിനെ വിളിച്ചുകൊണ്ടൊരു അപ്പം മറന്നുപോയി. അപ്പൊ മനഃപൂർവ്വം മറന്നാ. കാരണം എന്തുവാ? മക്കളെല്ലാം വിളിക്കണം എന്ന് പറഞ്ഞ പ്രവർത്തനം മാറ്റി നിർത്തി. അപ്പൊ എല്ലാവരുടെയും കൂടുതൽ പെടാത്തവനെ. പിന്നെ ദാവീദ് പറഞ്ഞു, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചെങ്കിൽ യഹോവ എന്നെ. അപ്പൊ ഉപേക്ഷിക്കുന്നുണ്ടോ? ചേർക്കാൻ ഒരുവനുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എങ്കിൽ യഹോവ എന്നെ ചേർക്കാൻ വേണ്ടി യഹോവ ഉള്ളതുകൊണ്ടാണ് ബാക്കിയുള്ളത് ഉപേക്ഷിക്കുന്ന. കണക്കിപ്പെടാത്തൊരു സന്താനമായിട്ട് കിടക്കുന്ന ആരാ? ദാവീദ് അല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു വലിയ ഫംഗ്ഷൻ നടക്കുമ്പോ, നമ്മുടെ വീട്ടിൽ കല്യാണം നടക്കുക, എല്ലാവരും വിളിച്ചു. ഒരാളെ മാത്രം വിളിച്ചില്ലെങ്കിൽ അതിൻ്റെ അകത്ത് നോക്കുക അല്ലെ? ദാവീദും അങ്ങനെയാ. പക്ഷേ തമ്പുരാൻ പറഞ്ഞു, ഞാൻ നിന്നെ ചേർക്കണം. അവൻ എല്ലാ ചേട്ടന്മാരും ലൈനെ വന്ന് നിൽക്കുമ്പോ കഥ പറയുക. ശമൂവേൽ ചേട്ടൻ ആ ഒരു അനുഭവം നോക്ക്. ശമൂവേൽ പ്രവാചകൻ വലിയ കാര്യത്തിൽ വന്നിട്ട് അഭിഷേകത്തിന് തൈലക്കൊമ്പൊക്കെ പിടിച്ചിട്ട് ചേട്ടനെ കാണുമ്പോ ഇവനാണെന്ന് പറഞ്ഞാൽ അഭിഷേകം തരുമ്പോ എനിക്ക് ഞാൻ പറയാം, അടുത്തവന്റെ എനിക്ക് ചെല്ലുമ്പോ ഈ പരിപാടി എത്ര പേരെ നടന്നു? 7 പേരുടെ എനിക്ക് നടന്നു. അത് അവസാനം പെട്ടുപോയി പുള്ളി. പിന്നെ നമ്മളാണ് പറഞ്ഞാൽ എന്തുവാ ഊതങ്ങ് ഒക്കുന്നില്ല. കാരണം എന്തുവാ? അത്രയ്ക്ക് അങ്ങ് പോരാ. എന്തോ ഒരു കൃപ കുറവുണ്ട് അല്ലേ?
പക്ഷെ തമ്പുരാൻ പറഞ്ഞത് അപ്പാടെ വിശ്വസിച്ച് സമൂഹം ചോദിക്കുന്ന ചോദ്യം പൊട്ടനെ പോലെ ചോദിക്കുന്ന പറഞ്ഞ വാക്കെന്തുവാ, നിന്റെ മക്കളെയും വിളിക്കണമെന്നാ പറഞ്ഞത്. നമ്മളാണ് വിശ്വസിച്ചാൽ എന്തുവാ, മക്കളെ എല്ലാം വിളിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ആർക്ക് തരുന്നില്ല. നമുക്ക് തെറ്റിയാൽ ഈശായിക്ക് തെറ്റുവോ? നമുക്ക് തെറ്റിയാൽ ഈശായിക്ക് തെറ്റുവോ? കാരണം എട്ടെണ്ണം ഉണ്ടോ നമ്മൾ തീർച്ചയായിട്ടും അറിയാം അല്ലേ? എന്തുകൊണ്ട് സമൂഹത്തിന് തെറ്റിയാലും ഈശായിക്ക് തെറ്റത്തില്ല. കാരണം 8 പേരുണ്ടെന്ന് അറിയാം. ഇനി അഥവാ തെറ്റിയാലും ഭാര്യ പറയും, അതെ ഓർത്തിനോട് അവനെ വിളിക്കണമെന്ന് പറയും. പിന്നെ ചേട്ടന്മാർ ആരെങ്കിലും പറയും, അതെ അവനെ വിളിക്കണം. കാരണം എന്തുവാ, മക്കളെ എല്ലാം വിളിക്കാനല്ല പറഞ്ഞത്. അല്ല പറഞ്ഞാൽ എന്തുവാ, ദാവീദിനെ ഒഴിവാക്കി വിളിക്കാനല്ല പറഞ്ഞെങ്കിൽ അല്ലെ? ഇതങ്ങനെയല്ല, നിന്റെ മക്കളെ എല്ലാം വിളിക്കണം. ആ വീട്ടിൽ ഒരാൾ പോലും ഇവനെ അംഗീകരിച്ചില്ലെന്നുള്ള വിഷയം ഒരാൾക്ക് പോലും വേണ്ട. അപ്പനും അമ്മയല്ല, പിന്നെ സഹോദരങ്ങൾക്കും വേണ്ട, ആർക്കും വേണ്ട. അങ്ങനത്തെ ഒരു സാധനമായി ഈ ദാവീദ് എന്ന് പറഞ്ഞത്. പക്ഷേ തമ്പുരാൻ നോക്കിയപ്പോൾ എനിക്ക് ഒരു വലിയ കാര്യമായിട്ട് നോക്കുന്നത് എന്തുവാ, ആ തൈലക്കൊമ്പ് കൊണ്ടാകുമ്പോ ഏഴാമനെയും കഴിഞ്ഞപ്പോ നീ എന്റെ ദർശനത്തിന് പ്രശ്നം പറ്റിയതായി. അങ്ങനെയല്ല സമൂഹം പറയുന്നത്. ഇനി നിന്റെ മക്കളിൽ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അവർ പറയുന്നു ഇനി ഒരുത്തനുണ്ടോ, അവിടെ എവിടെയാ ആരെയും വയ്ക്കാൻ നടക്കില്ല, വിളിക്കുടനെ. ബാക്കി എല്ലാരും വരുമ്പോ ദൂരത്തിന് കണ്ടപ്പോഴേ തമ്പുരാൻ പറഞ്ഞു നിക്കേ. പക്ഷെ അവൻ അവിടുന്ന് വരുന്നത് കണ്ടപ്പോൾ പറഞ്ഞു ഇവനാ ഞാൻ തെരഞ്ഞെടുത്തവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ഓർക്കണം. അവിടെ നിന്ന് ആത്മാവിലെ ചിന്ത പറയട്ടെ, ആ ലോകത്തിലുള്ള ആളുകൾ സകലവും നോക്കി തെരഞ്ഞെടുക്കുമ്പോൾ ദൂരത്ത് കാണുമ്പോൾ ദൈവത്തിന്റെ അഭിഷേകമുള്ളവനെ തിരിച്ചറിയുക, ദൈവം അടയാളം വെക്കുമെന്ന് തിരുവചനം വ്യക്തമായി പറയുന്നതാ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ദൂരത്തു നിന്ന് വരുമ്പോൾ അവന്റെ മേൽ അഭിഷേക ദൈവം ഒഴിക്കുവാൻ സമൂഹത്തെ നിയോഗിച്ചെങ്കിൽ ബാക്കി എല്ലാവരും അടുത്ത് വന്നപ്പോഴും ഒന്നും നടന്നില്ല അല്ലെ? ബാക്കി എല്ലാവരും അടുത്ത് വന്നപ്പോഴും ഒന്നും നടന്നില്ല, ഒരു കാര്യവും നടന്നില്ല. പക്ഷേ അവൻ അഭിഷേക ദൈവം ഒഴിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തവൻ ദൂരത്തു നിന്ന് വന്നപ്പോൾ ഇവനാകുന്നു എന്ന് പറഞ്ഞാൽ ചെയ്ത സംഭവം ഇന്ന് മകളെ പറയുക. ദൂരത്തു നിന്ന് കാണുമ്പോഴും ആരും പറഞ്ഞില്ല, ഓരോ പറയുന്നു എന്റെ പേരെ അഭിഷേക ദൈവം ഒഴിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തവനോ. ബാക്കി അപ്പനും മനസ്സിലായില്ല, അമ്മയ്ക്ക് മനസ്സിലായില്ല, സഹോദരന്മാർക്ക് മനസ്സിലായില്ല. പക്ഷെ തമ്പുരാന് മനസ്സിലായി ഇവൻ എനിക്ക് ഉപയോഗമുള്ളവനാണ്. അതിന് കാര്യം വേറൊന്നുമല്ല, അവനെ വിളിച്ചിറക്കപ്പെടാറില്ല. ആടുകളെ മേയ്ക്കുന്നിടത്ത് തന്നെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ നടന്ന ഏൽപ്പിച്ചെടുത്ത് വിശ്വസ്തോടെ തമ്പുരാൻ വിശ്വസ്തതയുള്ള മാർഗത്തിലേക്ക് അയച്ചു നിർത്തുമ്പോൾ സത്യമായ കാര്യമാണ്. ഏൽപ്പിച്ചത് അല്പത്തിൽ വിശ്വസ്തനാകുക, അധികത്തിന് വിചാരകനാക്കുവാൻ ദൈവത്തിന് കഴിയും. അവിടെ നിർത്തി ആ ഭാഗം വിടുന്നു. ആലയത്തിനകത്ത് നന്മ കാണുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ ആലയത്തിനകത്ത് നന്മയിൽ കൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. വായിക്കാം യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 3-ാമത്തെ വാക്യം. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 3-ാം വാക്യം. യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ദൈവം പ്രത്യക്ഷനായത് ദൂരത്ത് നിന്ന് പ്രത്യക്ഷനായി. എന്നിട്ട് അരുളി ചെയ്ത് എന്തുവാ? നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചു. നമ്മുടെ ഒരിക്കലും ആൾക്കാർ എങ്ങനെ വരുന്നത്? അടുത്ത് വന്നിട്ട് വലിയ അല്ലെ? പക്ഷെ നമ്മുടെ ദൂരത്ത് നിന്ന് ഞാൻ നിനക്ക് പ്രത്യക്ഷനാക്കുന്നു. എന്തുവാ? നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ. ബാക്കി എല്ലാവരും എന്തിനു വേണ്ടിയാ? എന്തെങ്കിലുമൊക്കെ കാര്യം കിട്ടാൻ വേണ്ടി സ്നേഹിക്കും, അത് കഴിഞ്ഞാൽ പോകും. പക്ഷെ നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കും. വായിച്ചാട്ടെ. അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ആമേൻ. ഇസ്രായേൽ കന്യകേ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നീ പറഞ്ഞ വാക്ക് മറന്നു പോകരുത്. സംവത്സരത്തെ നന്മ കൊണ്ട് അവൻ അലങ്കരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇസ്രായേൽ കന്യകേ, ഞാൻ നിനക്ക് എന്ത് ചെയ്യും? അപ്പൊ ദൈവത്തിന്റെ നിത്യ സ്നേഹവും ദൈവം മാത്രം മതി ഒരുവൻ അനുഗ്രഹം പ്രാപിക്കാൻ. ദൈവത്തിന്റെ ദൈവം നിത്യ സ്നേഹവും മതി ഒരുവൻ അഭിവൃദ്ധി പ്രാപിക്കാൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇസ്രായേൽ നീ എന്ത് ചെയ്യണ്ട? ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരികയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. പിന്നെ അടുത്തത് എന്താ സംഭവിക്കുന്നത്? അതുകൊണ്ട് നീ ഇനിയും ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും. നീ ഇനിയും ശമരിയ പർവ്വതങ്ങളിൽ മുന്തിരിത്തോട്ടം ഉണ്ടാക്കും. കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും. മതി, അവിടെ നിർത്തിയില്ല. എല്ലാവർക്കും ഒരു അഭിവൃദ്ധി വരുന്ന ഭാഗമാണ്
കൃഷിക്കാരെന്ത് ചെയ്യും? അവർക്ക് അഭിവൃദ്ധി ഉണ്ട്, എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ട്. ദൈവം അഭിവൃദ്ധി വരുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് 10-ാമത്തെ വാക്യം, ഈ അധ്യായം ഒന്ന് ഓടിച്ചൊക്കെ പറഞ്ഞ് നിർത്തുവാൻ ആരംഭിക്കുക. അങ്ങനെ 10-ാമത്തെ വാക്യങ്ങളൊന്ന് കുറിച്ച് വെക്കണമേ, മനസ്സിൽ കിടക്കട്ടെ. വായിച്ചോട്ടെ. 10-ാമത്തെ, ജാതികളെ യഹോവയുടെ വചനം കേൾപ്പിൻ, ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പിൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിച്ചേർത്തു, ഒരിടയൻ തന്റെ കൂട്ടത്തെ കാക്കുന്നത് പോലെ അവനെ കാക്കും എന്ന് പറവേ. മതി, ഒന്നും നിർത്തണമേ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദൂരദേശത്ത് നിന്നും ഇതിനെ കുറിച്ചൊരു കേൾവി കേട്ടു. ദൈവോടൊസിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം ഇവിടെ ദൈവമുണ്ട്, ഈ ദൈവത്തിന്റെ കയ്യിൽ പെട്ടാ പോക്കാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പൊ കേൾക്കുന്നത് കേൾവി എന്തുവാ? ആകെ മൊത്തം പ്രശ്നമാണ്. അമ്മാര് വഴി തെറ്റി, ദൈവത്തിന്റെ ന്യായപ്രമാണം വിട്ടു കളഞ്ഞു. അതുകൊണ്ട് ദൈവം ചെയ്തു, നശിപ്പിച്ചു. ഇനി അവർക്ക് രക്ഷയില്ല, ഇനി അവരെന്ത് ചെയ്തില്ല, വളരത്തില്ല. ഇനി അവർ ഇങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ. ഇനി വലിയ മുമ്പോട്ടൊരു പുരോഗതിയും കാണത്തില്ല, ഇതുപോലൊക്കെ തന്നെ കിടക്കുള്ളൂ. ഇനി മുകളിലോട്ടൊന്നും വലിയ കാര്യമില്ല. കാരണം എന്തുവാ? ദൈവം അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഉപേക്ഷിക്കുന്ന ഒരു കാര്യം നടക്കത്തില്ല. അവിടെ നിന്നുകൊണ്ട് ദൈവം ജാതികളോട് പറയുന്നത്, ദേശത്തോട് പറയുന്ന വാക്ക് അത് വായിച്ചതാ. ഒരിടയം തന്നെ ആട്ടിൻകൂട്ടത്തെ കൊണ്ടുവരുന്ന പോലെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുക അവരെ. പ്രൈസ് ദി ലോർഡ്. വായിച്ച്, ജാതികളെ യഹോവയുടെ വചനം കേൾപ്പിൻ, ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പിൻ. എന്ന് പറഞ്ഞാൽ ഇത് എവിടം വരെ കേട്ടോ അവിടെ വരെ ഇതിനെ കുറിച്ച് പ്രസ്താവിക്കണം. എന്തുവാ? ദൈവം ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെ കുറിച്ച്. എന്തുവാണ് പറഞ്ഞിരിക്കുന്നത്? നോക്കി, ഇസ്രായേലിനെ ചിതറിച്ചവൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ കളി ചിതറിച്ചു കളയത്തക്ക വിധത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വന്നപ്പോൾ ദൈവം ഉപേക്ഷിച്ചത് സത്യമാ. പക്ഷെ ചിതറിച്ചു കളഞ്ഞവൻ പറയുക, ഞാൻ അവരെ കൂട്ടിച്ചേർക്കാൻ പോകുകയാ. ഇന്നലകളിൽ പലരും പറഞ്ഞ് ചതറിപ്പോയി, ഇനി ഇല്ലാതായിട്ട് അസ്ഥിവാരം വരെ തോണ്ടി ഇത് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ചിലരുടെ മുമ്പിൽ പറയുക, ദൂരദ്വീപുകളിലുള്ളവരോട് പറയുക, നിങ്ങൾ ഭാരപ്പെടുന്ന കാര്യം ഇസ്രായേലിനെ ചിതറിച്ചവൻ പറയുന്നു, അവരെ മടക്കി കൊണ്ടുവരാൻ പോകുകയാ. ഞാൻ ഇതിനെ പണിയാൻ പോകുകയാ. എങ്ങനെയാ പണിയുന്നത്? അതാ അടുത്ത വാക്യത്തിൽ കാണുന്നത്. ഒരിടയൻ തന്റെ കൂട്ടത്തെ കാക്കുന്നത് പോലെ അവനെ കാക്കും. നമ്മളാ സങ്കീർത്തനമൊക്കെ വായിക്കുന്നത്, അവൻ അതിന്റെ വേലി പൊളിച്ചു കളഞ്ഞു. അതുകൊണ്ടാ കാട്ടുപന്നിയൊക്കെ കയറി മാന്തിയത. ദൈവത്തിന് സഹിക്കാൻ പറ്റാതെ വന്നപ്പോ ദൈവം പൊളിച്ചു കളഞ്ഞു. അതുകൊണ്ട് കയറി മാന്തിയപ്പോ അല്പമായി ഞാൻ കോപിച്ചിരിക്കും, അധികമായിട്ട് നിങ്ങൾ അവരെ നശിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു. ദൈവം പറഞ്ഞു, അത്രത്തോളം വലിയ പ്രശ്നമായിട്ടില്ല. ദൈവം പറയാ, ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, അവരെ ഞാൻ ചേർക്കാൻ പോകുകയാ. എണ്ണം പറഞ്ഞ് ഞാൻ ചേർക്കാൻ പോകുകയാ. അവൻ എവിടെ നിന്നാ ചേർക്കുന്നതാ? നമ്മ ദൂരദേശത്ത് നിന്ന് തോളിൽ വഹിച്ചുകൊണ്ട് ചിലർ വരും. 49 വായിക്കുന്നത് പോലെ, അമ്മ തന്റെ കുഞ്ഞിനെ മറന്നാൽ ഞാൻ എന്നെ മറക്കത്തില്ല. അവൻ പറയുക, ഞാൻ അവൻ ഒരു മകനുമില്ലാതെ മകളുമില്ലാതെ ആകെ നിരാശപ്പെട്ട് കിടക്കുക, എനിക്കൊരു വഴിയുമില്ല. ഇതൊക്കെ എവിടെ നിന്നാണെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. യെശയ്യാപ്രവചനം 49 അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം വായിക്കാമോ? 49:18. തലപൊക്കി ചുറ്റും നോക്കുക, ഇവരെല്ലാവരും നിന്റെ അടുക്കൽ വന്നു കൂടുന്നു. എന്നാണ് നീ അവരെയൊക്കെ ആഭരണം പോലെ അണിയുകയും ഒരു മണവാട്ടി എന്ന പോലെ അവരെ അരക്കി കെട്ടുകയും എന്ന് യഹോവ അരുളി ചെയ്യും. നിന്റെ ശൂന്യ സ്ഥലങ്ങളും പാഴിടങ്ങളും നാശം ഭവിച്ച ദേശവുമോ ഇപ്പോൾ നിവാസികൾക്ക് പോരാതെ വരും. പരിശുദ്ധാത്മാവിന് പറയാനുള്ള ആലോചന അതാ. ഓ ഹല്ലേലൂയ. ഇന്നലെ ശൂന്യമായി പോയ സ്ഥലങ്ങൾ ഇനി അവർക്ക് ശൂന്യത ഒട്ടും നോക്കി ഒന്നും കാണുന്നില്ല. പക്ഷെ പറയുക, ഞാനതിനെ നിറയ്ക്കാൻ പോകുക. എങ്ങനെ ഒരു നിറച്ചു വരും? തമ്പുരാൻ നിറയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ സ്ഥലം പോരാതെ ഒരു പരിധിയും വിളിച്ചു പറയാൻ തുടങ്ങും. ഇന്ന് പോലെ അങ്ങനെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത് ദൂതായി പറയുന്ന ഏറ്റെടുക്കാൻ മനസ്സുണ്ടോ? ഇന്ന് പോലെ സ്വർഗം പറയുക, ഞാൻ ഇതിനെ പൊളിച്ചു പറയൂ. നിന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ ചില പൊളിച്ചു പണികൾ നടക്കും. ആലയത്തിനകത്ത് ചില പൊളിച്ചു പണികൾ നടക്കും. ഇതുവരെ ശൂന്യമായി കിടന്ന ചില മേഖലകൾ തമ്പുരാൻ പണിയുമെന്ന് തമ്പുരാൻ പറയുകയോ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അങ്ങനെ അണിയും അവരെ മണവാളൻ. ബാക്കി മുതൽ വായിച്ചേ. തലപൊക്കി ചുറ്റും നോക്കുക, ഇവരെല്ലാവരും നിന്റെ അടുക്കൽ വന്നു കൂടുന്നു. പോയി ചെന്ന് വിളിച്ചോണ്ട് വന്നല്ല, തന്നെ ഇങ്ങോട്ട് വരികയാ. നീ എന്ത് ചെയ്യാവരെ? അടുത്ത് വായിക്കാം. എന്നാണ് നീ അവരെയൊക്കെ ഈ ആഭരണം പോലെ അണിയുകയും. അപ്പൊ എങ്ങനെ അണിയണം? ആഭരണം അണിയുന്നത് എങ്ങനെയാ? എങ്ങനെയാണ് ആഭരണം നമ്മൾ പോയി മേടിക്കുന്നത്? ഹലോ, വിശ്വാസി വരുന്ന മുമ്പ് നമ്മൾ ജീവിച്ച മേഖലകളിലൊക്കെ അറിയാലോ. അങ്ങനെ ഒരു വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ആഭരണമൊക്കെ മേടിച്ചിട്ടുള്ളവർ. എങ്ങനെയുള്ള ആഭരണം മേടിക്കുന്നത്? നല്ല കടയിൽ അല്ലേ?
പരസ്യം പറഞ്ഞ KP ചാക്കോ ആൻഡ് സൺസ് അല്ലേ, അല്ല വർക്കി ആൻഡ് സൺസ് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ എല്ലാം എന്തോ ജോസ്കോയോ എന്നൊക്കെ പറയുന്ന പോലുള്ള നമ്മളിങ്ങനെ പരസ്യം നോക്കിയിരിക്കുമല്ലോ. പരസ്യം നോക്കിയിട്ട് അതിനകത്ത് ഓരോ കടകളിൽ ചെന്ന് എന്ത് ചെയ്യും, അലുമാരിക്കകത്ത് നല്ല രസമായിരിക്കുന്നതാണല്ലേ, എന്നിട്ട് അവിടെ ചെന്ന് പോയി ദേ നമ്മൾ അടുത്ത് കൊണ്ടുവന്ന് നോക്കുമ്പോൾ എന്തൊക്കെ നല്ല അപ്പുറത്ത് നമ്മൾ നോക്കി അല്ലേ, നമ്മുടെ കയ്യിലോ കാശുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നോക്കി നമ്മൾ മേടിച്ച കൊണ്ടുവരും. എന്തിനാ? അണിയാൻ. ഹലോ, എന്നാൽ തട്ടാൻ പണിയുന്നിടത്ത് നമ്മൾ ചെന്നിട്ടുണ്ടാവും, അവിടെ ചില സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. എന്നാ അന്നേരം ഞാൻ ഇട്ടോളാന്ന് പറഞ്ഞ് മേടിച്ചു തോന്നോ, അപ്പൊ കുറവ് തീർന്നതാ. അലമാരിക്കകത്ത് ഷോക്കേസ് ഇരിക്കുന്ന അതാ ഇവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം. പ്രിയോ, നീ അതിനെ ആഭരണം പോലെ അണിയുമെന്ന് പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്തുവാ? ഏറ്റവും ഭംഗിയുള്ളതും ആളുകൾ കണ്ടാൽ ഭംഗിയോടെ നിർത്തുന്ന അവരുടെ ഹൃദയത്തിനകം സന്തോഷം തോന്നുന്ന ചെറുതിന് അണിയുവാൻ, ആഭരണം പോലെ അണിയുവാൻ തമ്പുരാൻ തരുമെന്ന് പറഞ്ഞത്. Praise the Lord, praise the Lord, praise the Lord. ആഭരണം പോലെ അണിയും. അടുത്തത്, ഒരു മണവാട്ടി എന്ന പോലെ അവരെ അരക്കി കെട്ടുകയും ചെയ്യും. മണവാട്ടി എന്ന പോലെ അരക്കി കെട്ടുകയും ചെയ്യും. അതൊക്കെ വിശേഷപ്പെട്ട ആമൻ അനുഭവം. എന്ന് പറഞ്ഞാൽ മണവാട്ടി എങ്ങോട്ടാ? മണവാളന് വേണ്ടി ഒരുക്കപ്പെട്ട പോകുന്നു. അവിടെ പോകുമ്പോ ഏറ്റവും ഭംഗിയുള്ളതാ. ഇതുപോലെ ശ്രേഷ്ഠതയുള്ള ചിലതിനെ ദൈവം അകത്ത് കയറ്റുമെന്ന പരിശുദ്ധാത്മാവ് പറയുന്നത്. നമുക്ക് അങ്ങനെയെങ്കിലും ദൈവത്തെ വിശ്വസിക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി. ആമേൻ. ആ വാക്യം വായിച്ചു നിർത്തിയാട്ടെ. നിന്റെ ശൂന്യ സ്ഥലങ്ങളും പാഴിടങ്ങളും നാശം ഭവിച്ച ദേശവുമോ. ഇങ്ങനെ അണിയാൻ തുടങ്ങും. എന്ത് തുടങ്ങും? ശൂന്യ സ്ഥലങ്ങളും എല്ലാം നിറയാൻ തുടങ്ങും. പോരാതെ വരും. നിവാസികൾക്ക് പോരാതെ വരും. ആമേൻ. നിവാസികൾക്ക് വന്നു ചേർക്കുമ്പോൾ പോരാതെ വരും. ഇനി എങ്ങനെയാ സംഭവിക്കുന്നത്? അതിന് അവസാനത്തെ 2-3 വാക്യം വായിച്ചു. ഏറ്റവും ആ അധ്യായം അവസാനിക്ക് 2-3 വാക്യം. എന്താ സംഭവിക്കുക? എങ്ങനെയാ സംഭവിക്കുന്നത്? ബലവാനോട് അവന്റെ കവർച്ച എടുത്തു കളയാമോ? ബലവാനോട് അവന്റെ കവർച്ച എടുത്തു കളയാൻ പറ്റുമോ? അല്ല, നിഷ്കണ്ടകന്റെ ബദ്ധന്മാരെ വിടുവിക്കാം. നിഷ്കണ്ടകന്റെ ബദ്ധന്മാരെ വിടുവിക്കാൻ കഴിയുമോ? എന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബലവാനോട് ബദ്ധന്മാരെ എടുത്തു കളയാം, നിഷ്കണ്ടകന്റെ കവർച്ചയെയും വിടുവിക്കാം. നടക്കത്തില്ലെന്ന് പറയുന്ന ചില കാര്യങ്ങൾ ബലവാന്റെ കയ്യിലിരിക്കുന്നത്, നിഷ്കണ്ഠന്റെ കയ്യിലിരിക്കുന്നത് പിടിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നാ പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് അതുവാ, നിനക്ക് പറ്റുന്നു. കാരണം എങ്ങനെയാ? ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടുകയും, നിനക്ക് തരത്തിലെന്ന് പറയുന്നതോട് ഞാൻ പോരാടുന്നു, നിനക്ക് ലഭിക്കത്തില്ലെന്ന് പറയുന്നതോട് ഞാൻ പോരാടുന്നു. ദൈവം നമ്മളെ പറയുകയാ, ഞാനത് നിനക്ക് തരും. അങ്ങനെ നിനക്ക് തരുമ്പോ ശൂന്യ സ്ഥലങ്ങൾ പണിയപ്പെടുന്ന അനുഭവം. തിരിച്ചു വരാം. അവിടെയാ പറഞ്ഞത്, ഒരു ഇടയൻ അവരെ കാക്കുന്നത് പോലെ ഞാൻ അവരെ കാക്കും. അവൻ ദൂരദീപുകളെ കേട്ട കേൾവിയൊക്കെ ഞാൻ മാറ്റാൻ പോകുക. അവൻ ഇതിന് രക്ഷപ്പെടത്തില്ലെന്നൊക്കെ പറഞ്ഞത്, അവൻ ഇതൊക്കെ ഇങ്ങനെ കടന്ന് പോകണമെന്ന് പറഞ്ഞ ആ കേൾവിയൊക്കെ ഞാൻ മാറ്റാൻ പോകുക. എന്നിട്ട് എന്ത് ചെയ്യാൻ പോകുക? ഞാൻ ഇതിനകത്ത് പ്രവർത്തിക്കാൻ പോകുക. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുകയാണ്. ഞാൻ എന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുക. അതാ 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതാ. 11-ാമത്തെ വാക്യം വായിക്കാം. യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്നാ. വായിച്ച വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. എന്തോ നമ്മൾ കുറച്ചും വായിച്ചത്, ബലവാന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റും. അവിടെ നോക്കിയേ, യാക്കോബിനെ അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കും. പിശാച് പറയുക, ഞാനാ ബലവാൻ. തമ്പുരാൻ പറഞ്ഞു, തൽക്കാലം ഇപ്പൊ ബലവാനായിട്ട് ഇരുന്നോട്ടെ, ഒരു സമയം വരെ വെച്ചിട്ടുണ്ട്. ആ സമയം വരെ നീ ബലവാനായിട്ടിരുന്നു. പക്ഷേ നിന്റെ സമയത്തിന്റെ അവസാനം വെച്ചിട്ടുണ്ട്. ക്രൂശയിലോട്ട് കയറി പോകുന്നതിന് മുമ്പ് പിശാച് പ്രവർത്തിക്കാമെന്നെ മാക്സിമം പ്രവർത്തിക്കും. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, ഞാൻ ക്രൂശ മരിക്കുന്ന വരെ നിനക്കൊരു സമയമുണ്ട്. പക്ഷെ ക്രൂശ ഞാൻ കയറിയ അവൻ നിന്റെ ആയുധവർഗം മുഴുവൻ എന്റെ കാൽച്ചോട്ടില്ല. യെസ്, ഇന്ന് പകരം അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? ക്രൂശെ കയറുന്നത് വരെ സമയമുണ്ടാകും. പക്ഷെ ക്രൂശെ കയറുന്നവർ സകലമായ പരിപാടിയും പുള്ളി ഒപ്പിച്ചു നോക്കി. ഒന്നും നടന്നില്ല. പക്ഷെ ക്രൂശെ കയറിയപ്പോ ക്രൂശിന്മേൽ വെച്ച സകല ആയുധവർഗവും അവന്റെ കാൽ കീഴാക്കി വെച്ച ഒരു കർത്താവിനെ നാം സേവിക്കുന്നെങ്കിൽ പിശാചിന് കൊടുത്ത സമയത്തിന് ദൈവം അവസാനം കുറിച്ചു. അവൻ ബലവാനായവനെ കൊടുത്ത സമയത്തിന് അവസാനം കുറിച്ചു. ഇന്ന് പകരം അവനേക്കാൾ ബലവാനായവൻ എന്നോട് കൂടി ഇരുന്നോട് ചില ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുമെന്ന് ഇന്ന് പകരം വിശ്വസിക്കാൻ കഴിയുമോ? Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. അതുപോലെ ആത്മാവ് ദൂത് കൈമാറുമ്പോൾ ഏറ്റെടുക്കാൻ കഴിയുമോ? എന്നോട് കൂടെ അവൻ ഒരുവൻ ഇരിക്കുന്നുണ്ട്, നമ്മളോട് കൂടെ ഒരുവൻ ഇരിക്കുന്നുണ്ട്. അവൻ എന്റെ കൂടെ ഇരുന്നുകൊണ്ട് അവൻ നമ്മേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് ചിലതിനെ പിടിച്ചു പറിക്കുകയാ. നോക്കി, ദാവീദിനോട് പറയും, അതെ എന്റെ ആട്ടുകോടൊന്നും ഇത് പിടിച്ചോണ്ട് പോകണം. ആര്? സിംഹവും കരടി. പക്ഷേ ഞാനൊരു അടിയോണ്ട് ചെന്നിട്ട് അവനെ പിടിച്ചു പറിച്ചു. അവന്റെ പകലിൽ എങ്ങനെ അവൻ പിടിച്ചു പറിച്ചതാ?
സിംസോന്റെ മേൽ അവൻ ദൈവത്തിന്റെ ആത്മാവ് വന്നു. സിംഹത്തെ കണ്ടപ്പോ ബാക്കി എല്ലാവരും ഓടിയപ്പോ സിംസോന്റെ മേൽ ആത്മാവ് വന്നവൻ പറയുക, അവൻ അതിനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് വലിച്ചു കയറി കളഞ്ഞ. അവൻ ഇന്ന് പകലെ അങ്ങനെയെങ്കിൽ ഒരു കാര്യം എന്റെ നിങ്ങളുടെ മേൽ ആത്മാവ് വരുമ്പോ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാനായിട്ട് ഞാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയോ? ഇന്ന് പോലെ സ്വർഗം പറയുന്ന ആലോചനയുണ്ട്. നാളെ വരെ നമ്മളെ പിടിച്ചു കെട്ടിയ സിംഹത്തിന് പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടൊന്ന് നടക്കുന്ന സമയത്ത് ആ പിശാചിനെ നോക്കിക്കൊണ്ട് പറ, അവൻ ആ സിംഹത്തെ നോക്കിക്കൊണ്ട് പറ, എന്റെ പേര് ഒരു ആത്മാവ് വസിക്കുന്നുണ്ട്, ആ ആത്മാവ് എന്നെ പിടിച്ചു കയറും. യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നു, അവൻ എന്നെ വലിച്ചു കയറി. ദാവീദിനോട് പറഞ്ഞു, എന്റെ മേൽ ആത്മാവ് വന്നു, ഞാൻ എന്നെ പിടിച്ചു കയറി. ഓ ഹല്ലേലൂയ. നടക്കത്തില്ലാത്ത നടക്കണമോ? ഒറ്റ കാര്യം മതി, ദൈവത്തിന്റെ ആത്മാവ് വസിക്കാൻ തുടങ്ങിയാൽ മതി. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ ആവസിക്കാൻ തുടങ്ങിയാൽ മതി. നടക്കത്തില്ലാത്ത ചില നടക്കുമെന്ന് തിരുവചനം പറയുന്നതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 31 സങ്കീർത്തനം, 31 12 വാക്യം. അവർ വന്ന് സിയോൻ മുകളിൽ കയറി ഘോഷിച്ചുല്ലസിക്കും. ധാന്യം, വീഞ്ഞ്, എണ്ണ, കുഞ്ഞാടുകൾ, കാളക്കുട്ടി. ബലവാന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ആളുകൾ എന്തു പറയും? ഇവിടെ ഘോഷിച്ചുല്ലസിക്കും. എന്തുവാ കാര്യം? അടുത്ത് വായിച്ച വാക്യം, ധാന്യം, വീഞ്ഞ്, എണ്ണ, കുഞ്ഞാടുകൾ, കാളക്കുട്ടികൾ എന്നിങ്ങനെയുള്ള യഹോവയുടെ നന്മയിലേക്ക്. അപ്പൊ ദൈവത്തിന്റെ നന്മ എന്തൊക്കെയാ? എന്തൊക്കെ കാര്യമുണ്ട്? അതിനകത്തെല്ലാം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആത്മീകമായും ഭൗമികമായും ശാരീരികമായും മാനസികമായുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലെ? ധാന്യം, വീഞ്ഞ്, എണ്ണ, കുഞ്ഞാടുകൾ, കാളക്കുട്ടികൾ എന്നിങ്ങനെയുള്ള യഹോവയുടെ നന്മയിലേക്ക്. അപ്പൊ ദൈവത്തിന്റെ നന്മ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? എല്ലാ മേഖലകളിലുമുള്ള നന്മ. എന്താണോ വേണ്ടത് അത് ലഭിക്കാൻ തക്കവണ്ണം നമ്മളൊന്ന് കാണുന്നല്ലാതെ ഇതുപോലെ ഈ ആലയത്തിനകത്ത് ദൈവത്തിന്റെ നന്മ വെളിപ്പെടുമ്പോൾ അതിനകത്ത് ഏതാണ് എനിക്ക് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞാൽ അതിനെ പിടിച്ചെടുക്കുന്ന അനുഭവം ഉണ്ടാകണം. അവിടെയാ അനുഗ്രഹം വെളിപ്പെടുന്നത്. അവിടെ നമ്മൾ പത്തക്കോല് പോലെ ഇതിന്റെ കാര്യമില്ലെന്നായി പറഞ്ഞതിന്റെ കാര്യം. Praise the Lord. Praise the Lord. ചില കൊച്ചുപിള്ളേരുണ്ട്, എന്നൊക്കെ ആഹാരം കൊടുത്താലും അല്ലെ? തീരെ പൊടിപ്പിള്ളേരെ ഇപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഈ അമ്മമാരൊക്കെ ചെയ്യുന്ന വേണ്ടി നമ്മൾ എന്ത് പറഞ്ഞു? ഈ കൊച്ചു പൊടിപ്പിള്ളേരെ എന്ത് ചെയ്യും? തല മാറ്റുന്നതിന് എന്ത് ചെയ്യും? രണ്ട് സൈഡിലൊക്കെ തലനെ കൊത്തിട്ട് അല്ലെ? അല്ലെങ്കിൽ അവരുടെ ആ ഒരു പരിപാടി അവർ ഒന്ന് ഈ കാലൊക്കെ എടുത്തിട്ട്, ചില അമ്മമാർ ഇന്ന് കാലൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ടും തിരിയത്തില്ലാത്ത രീതിയിൽ ഒന്ന് ആക്കിയിട്ട് എന്ത് ചെയ്യും? എന്തിനാ ഈ സാധനം ചെന്നാൽ ഇവർക്ക് എന്തുണ്ടാവുള്ളൂ? ആരോഗ്യം പോലും ഇവരിങ്ങനെ എന്ത് കാര്യമില്ലെന്ന്. അതുപോലെ ചില കാര്യങ്ങൾ തമ്പുരാൻ ഇപ്പൊ ചെയ്യുന്ന പരിപാടി ഏതാ? എന്ന് പറഞ്ഞാൽ രണ്ട് കാലോട്ടം കടത്തിച്ച് പിടിച്ചെടുത്തേക്കോ പിടിച്ച് കെട്ടിയിട്ടേക്കോ എന്തുവാ അപ്പുറത്തോടെ ഇപ്പുറം തിരിയുന്നത്. ഞാൻ ഈ തരുന്ന സാധനം കഴിച്ചോണം, കാരണം ഇതിന്റെ ആരോഗ്യത്തിനുള്ളതാ, ആത്മീക ആരോഗ്യത്തിനുള്ളതാ. ഇത് പിടിച്ചെടുത്തോണം. എന്തുവാ? ആത്മീക ആരോഗ്യം പ്രാപിക്കുക, ഇന്ന് പകരം നന്മയെ പ്രാപിക്കുക, ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹത്തെ പ്രാപിക്കുക. അവൻ പിടിച്ചു കെട്ടിയായി പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകരം ധൈര്യത്തോടെ അവൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകരം പറയുക, ഓ നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നന്മയെ പ്രാപിക്കാതെ വേണം അവൻ ഇരിക്കുവാനുള്ള ദൈവം വിളിച്ചത്. ഓ ആ നന്മയെ പ്രാപിക്കുക. നിർബന്ധപൂർവ്വം പരിശുദ്ധ പറയാ പിടിച്ചെടുക്കുക. എന്നിങ്ങനെയുള്ള നന്മയിലേക്ക് ഓടി വരും. അവരുടെ പ്രാണൻ നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെ. അവർ ഇനി ക്ഷീണിച്ചു പോകുകയുമില്ല. പ്രാണൻ അവന്റെ പ്രാണനെ തണുപ്പിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രാണൻ എന്തുവാ? യശയ്യാപ്രവചനം 58-11 വാക്യം വായിച്ചാൽ കൃത്യമായിട്ട് അത് മനസ്സിലാകും എന്താണ് കാര്യം. എന്നെ പ്രാണനെ തണുപ്പിക്കുന്നു. നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും. യഹോവ നിന്നെ നടത്തുകയും നീ വരണ്ട നിലത്തും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ഈ വരണ്ട നിലം കണ്ടാലും പേടിക്കേണ്ട കാര്യമില്ല. എന്തുവാ? നിന്റെ വിശപ്പടക്കുവാൻ ദൈവം നിന്നെ നടത്തുന്നവനാ. മരുഭൂമിയിൽ കൂടെ നടന്നപ്പോൾ ഇസ്രായേലിന് വിശക്കാതെ
അവൻ നടത്തുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ എന്നെ മകളെ എന്നെ നിങ്ങളെ നടത്തുവാൻ ദൈവത്തിന് കഴിയും. അടുത്ത് ശ്രദ്ധിച്ച് നോക്കിക്കേ, നീ എന്ത് ചെയ്യോ? നനവുള്ള തോട്ടം പോലെ, വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയുമാകും. വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയുമാകും. ഇന്നലകളിൽ വെള്ളം പറ്റിപ്പോയെന്നേ എങ്ങനെ മനസ്സിലാക്കുന്നത്? കർത്താവ് നിന്ന് വെച്ച് വിളിച്ചു പറഞ്ഞൊരു വാദമുണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ ഇരിക്കുക, എന്നിൽ വിശ്വസിക്കുന്നവന് ജീവജലത്തിന്റെ നദികൾ നേരത്തെ ഒഴുകിക്കൊണ്ടിരുന്നു. ഇപ്പൊ എന്തുവാ? വിശ്വാസമൊക്കെ, പക്ഷെ ഇപ്പൊ എന്താ ഒഴുകുന്നില്ലെന്ന്. ഈ നദി ഒഴുകുന്നിടത്ത് നിൽക്കുന്ന വൃക്ഷത്തെ കണ്ടാ അറിയാം എന്തുവാ ഈ നദി ഒഴുകുന്ന വൃക്ഷം എന്തുവാ? അതിന്റെ പ്രത്യേകത എന്തുവാ? മാസം തോറും പുതിയ ഫലം കായ്ക്കുന്ന. എവിടെയാ? 47 അധ്യായത്തിൽ കിടപ്പുണ്ട്. ഈ നദി ഒഴുകുന്നുണ്ട്. അവൻ ഈ നദി പോകുന്ന വഴിക്ക് ചലിക്കുന്ന എല്ലാം എന്ത് ചെയ്യും? കർണമുണ്ടാക്കി. നമ്മൾ പറഞ്ഞില്ല, ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം. മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദി ഒഴുകാൻ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദി ഒഴുകാൻ. ആത്മാവിനെ സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കുക. എന്റെ മകളെ നീരുറവെന്നപോലെ എനിക്കും നിങ്ങൾക്കും വേണമെന്ന് അത്ര പേർ പറയാൻ പറ്റും. പാട്ടുകാരൻ പറയുന്നത് വാചകം ശ്രദ്ധിച്ച് നോക്കണമേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം. എന്തിനാ? ആണിക്കല്ല് കയറ്റാം. ഈ ആർത്തുപാടി സ്തുതിക്കുന്ന എന്തിനാ? ദൈവസഭ പണിയണമെന്ന് ആഗ്രഹമുള്ളത്. അങ്ങനെ കുഴപ്പം കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, പാട്ടുകാരൻ പറഞ്ഞതാ. കണ്ടോണ്ട് ഞാൻ പറഞ്ഞുള്ളൂ. ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പറയുമ്പോൾ സഭ പണിയണമെന്ന് ആഗ്രഹമുള്ള എന്ത് ചെയ്യും? ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം. ഒന്നും പാടാൻ കിട്ടില്ല, എന്തിനാ? ഹല്ലേലൂയയുടെ പാട്ട് പാടാം. അതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ പാട്ട് വളരെ വിളിച്ചതാ. ജയത്തിൻ ഘോഷം, ഉല്ലാസത്തിൻ ഘോഷം. ആ ഘോഷസ്വരി സ്വരമായിരുന്നു കേൾക്കേണ്ടത്. അവൻ ആത്തുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അനുഭവം ഉണ്ടാകണം. അവൻ ആണിക്കല്ല് കയറ്റണം. അവൻ ഇന്നലകളിൽ തകർന്നു പോയത് ആണിക്കല്ല് പോയതാ, ഇളകിപ്പോയതാ. അതിനെന്ത് ചെയ്യണം? നീ കയറ്റണം. കയറ്റത്ത് എന്തിനാ? പണിയണം. പറയുന്നുള്ളൂ, ശലോമോന്റെ രാജാവ് പണിത ആലയത്തെ കുറിച്ച് പറഞ്ഞു. അവൻ വലിയ കല്ലുകൊണ്ടാണ് അത് പണിത. പറയുന്നു, പണ്ട് ഞങ്ങളുടെ ഒരു മഹാരാജാവ് ഇത് പണിത. അവൻ ആ കല്ല് വെച്ച് പണിത് വെച്ച കല്ല് എല്ലാം നെബൂഖദ്നേസർ തകർത്ത് അവർക്ക് സാധിച്ചു വരുന്നു. ഇന്നലെ സാധിക്കാതെ പോയത് അവർക്ക്. അവൻ അവരിവിടുന്ന് ഓടിയ സമയത്ത് അവർക്കൊന്നും നടന്നില്ല. പക്ഷെ യഹോവയുടെ ദാസന്മാർ ഞങ്ങൾ എഴുന്നേറ്റ് പണിയാം. അവൻ അവർക്ക് സാധിച്ചു വരുന്നത് ശത്രു പറയുന്നേ. കാരണം ശത്രുക്കളെ പറഞ്ഞ് അവർക്ക് സാധിച്ചു വരും. യെശയ്യായുടെ പുസ്തകം, നെഹെമ്യാവിന്റെ പുസ്തകം, അതിന്റെ അത് പറഞ്ഞിരിക്കുന്ന വിഷയം ഞാൻ എടുത്തു പറഞ്ഞു പോകുന്നതാ. ഒരു കാര്യം ഓർക്കുക, അവൻ സാധിച്ചു വരുന്നു. ആരാ പറഞ്ഞതാ? അവൻ കേട്ടവരാ, ശത്രുക്കളാ പറഞ്ഞതാ. അവർ ആ ലെറ്റർ അയച്ചപ്പോ പറഞ്ഞ കാര്യമാ. അവർക്ക് സാധിച്ചു വരുന്നു. കാരണം ഈ വലിയ കല്ലുകൊണ്ട് അവർ കേൾക്കുന്നു. വലിയ ഉത്തരങ്ങളൊക്കെ കേട്ടു അവർക്ക് സാധിച്ചു വരുന്നു. കാരണം ഇന്നലകളിൽ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടി ദൈവം കൂടെയിരുന്നു. ഇന്നലെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞതോ ചിലത് നടത്തുവാൻ ദൈവം കൂടെയിരുന്നു. ഇന്ന് മകളെ പറയുക, നെഹെമ്യാവ് പറഞ്ഞതുപോലെ ആകയാൽ സ്വർഗ്ഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. അവന്റെ ദാസന്മാരാണ് ഞങ്ങൾ, എഴുന്നേറ്റ് പണിയും. സൈന്യത്തിന്റെ ആവശ്യമില്ല, ശക്തിയുടെ ആവശ്യമില്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ ചില പണികാര്യങ്ങൾ നടക്കും. എന്റെ ആത്മാവിനെ ഞാൻ അതിനെ അണിയുമെന്ന് തിരുവചനം പറയും. വായിച്ചിരമയാപ്രവചനത്തെ തിരിച്ചു വരാം. എന്റെ നന്മയിലേക്ക് വരും. അവർ ക്ഷീണിച്ചു പോവുകയില്ല. 13-ാമത്തെ വാക്യം. അന്ന് കന്യകയും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ. എല്ലാ പാട്ടുകളും ഇതിനകത്തുണ്ട്. ദൈവം സ്ഥിതി മാറ്റുമ്പോ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. സ്ഥിതി മാറണമെന്ന് എന്ത് ചെയ്യണം? മാറാൻ ഏൽപ്പിച്ചു കൊടുക്കണം, അല്ലെ? വാക്യങ്ങളൊന്ന് ഓടിച്ച് വായിച്ചാൽ നിർത്താം.
ഞാൻ അർത്ഥം പറയുന്നില്ല. ഞാൻ അവരുടെ ദുഃഖം മാറ്റും, അവർ സങ്കടത്തെ മാറ്റും, അവരെ സന്തോഷിപ്പിക്കും. അവർ വൃദ്ധന്മാരും കന്യകമാരും യൗവനക്കാരുമെല്ലാം സന്തോഷിച്ച് നൃത്തം ചെയ്യും. സന്തോഷം വരുമ്പോൾ നൃത്തം വരുമ്പോൾ അല്ലേ? ചില ചണ്ടമേളമൊക്കെ കേട്ട് നിൽക്കുമ്പോ നമ്മൾ അറിയാതെ മനസ്സിനകത്ത് ആളമുണ്ടെങ്കിൽ അറിയാതെ നമ്മൾ മാറിപ്പോകും. പ്രത്യേകിച്ച് നമ്മുടെ ശ്രദ്ധ പോകും. നല്ല ചെണ്ടമേളമൊക്കെ ഉണ്ട്, നല്ല ചെണ്ടമേളങ്ങളൊക്കെ ഉണ്ട് അല്ലെ? ചെണ്ടമേളൊക്കെ അതൊരു ഇൻസ്ട്രുമെന്റ്സ് മാത്രമേ ഉള്ളൂ. നല്ല ബാൻഡ് സെറ്റൊക്കെ പോകുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കാറില്ലേ? ഇൻസ്ട്രുമെന്റ്സ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കാറില്ലേ? ശ്രദ്ധിക്കാറുണ്ട്. അത് നമ്മുടെ തെറ്റല്ല. കാരണം എന്തുവാ? മനുഷ്യന്റെ ജീവിതത്തിൽ അണിഞ്ഞു ചേർന്നിരിക്കുന്ന ഭാഗം എന്താ? താളബോധമുള്ളവൻ എന്ത് ചെയ്യും? അറിയാതെ ശ്രദ്ധിക്കും അല്ലെ? അറിയാതെ ശ്രദ്ധിക്കും എന്നതുകൊണ്ട് അത് ഉള്ളിൽ കയറ്റിക്കൊണ്ട് വരുന്നല്ലോ വിഷയം അല്ലെ? പിന്നെ പറഞ്ഞ എന്തുവാ? സന്തോഷം നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം പകരുന്നൊരു കാര്യമാണ്. സന്തോഷം വരുമ്പോ എന്ത് ചെയ്യും? അറിയാതെ നൃത്തം ചെയ്യും. അതിനകത്ത് വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയമാണ്, ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും. അപ്പം ദുഃഖം മാറാത്തതുകൊണ്ട് എന്ത് വരാത്തത്? സന്തോഷം. നമ്മുടെ സന്തോഷം ദുഃഖം മാറണം അല്ലെ? ദുഃഖം മാറാത്തതിന്റെ കാര്യം എന്തുവാ? മാർത്തയോട് പറഞ്ഞ പോലെ മാർത്തയെ മാറി നീ ഒത്തിരി കാര്യങ്ങൾ ചൊല്ലാൻ വിഷമിച്ചിരിക്കുക. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ഏതാന്ന് പറയാൻ പറ്റുന്നില്ല. ഒത്തിരി കാര്യങ്ങളൊക്കെ പിന്നെ ഇന്നത്തെ ഏതാന്ന് പറയാൻ കാര്യമില്ല. മാർത്തയെ നീ അതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങി ഇരിക്കുന്നു. പക്ഷെ താഴെ ഇരിക്കുന്ന പുള്ളിക്ക് ഇന്നും വലിയ വിഷയമുള്ള ദിവസത്തില്ല. പുള്ളി ആ ഒറ്റ കാര്യം ഒറ്റ കാര്യം മതി. അത് നല്ലതാണ് പറഞ്ഞത് അല്ലെ? ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നതിനേക്കാൾ നല്ല ഒറ്റ കാര്യം മതി. അത് ദൈവത്തിന് പാതപടിച്ചിരിക്കുന്നവനാണ് അത്. അങ്ങനെയെങ്കിൽ ഇത് ഒരു കാര്യം ഓർക്കാം, ഒത്തിരി കാര്യങ്ങൾ ഓർത്ത് ഭാരപ്പെടുന്നതിനേക്കാൾ നല്ല ദൈവത്തിന്റെ പാത. അതുകൊണ്ട് തന്റെ പ്രിയനോ അവൻ വീട് പണി. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ. എന്നതൊക്കെ കാട്ടിക്കൂട്ടിയാലും ദൈവം ചെയ്യുന്നില്ല, പിന്നെ ഒരു പണി നടക്കൂല അല്ലെ? നിങ്ങൾ അധികാരത്തെ എഴുന്നേൽക്കുന്നു നന്നാ. അപ്പൊ വലിയ നേരത്തെ എഴുന്നേൽക്കുന്നവരെ കുറിച്ച് പറഞ്ഞു, താമസിച്ച് കിടക്കുന്നവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ? എന്തു അത് രണ്ടും ഒന്നുമില്ലെന്ന്. തന്റെ പ്രിയനായാൽ മതി. എന്ന് പറഞ്ഞാൽ ഉറക്കത്തെ കൊടുക്കുന്ന എന്തുവാ? ഞാൻ സമാധാനത്തോടെ എനിക്ക് ഉറക്കം വരാനുള്ള കാര്യം എന്തുവാ? ഞാൻ അവന്റെ പ്രിയനായ രാത്രി ഉറക്കമില്ലാതെ പലതും ചിന്തിച്ച് ഓടുന്നതിനേക്കാൾ ദൈവത്തിന്റെ കയ്യിലേൽപ്പിച്ച്, ദൈവമേ എനിക്ക് വേണ്ടി കരുതുവാൻ, എനിക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കാൻ എന്റെ ദൈവമുണ്ടല്ലോ, അതുകൊണ്ട് ദൈവകരങ്ങളിലേൽപ്പിച്ച് ഞാൻ സ്വസ്ഥമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. തന്റെ പ്രിയനെ ഉറക്കം കൊടുക്കും. സ്തോത്രം. എന്നല്ലോ ഇനി തൊട്ട് എല്ലാ ദിവസവും ഞാൻ എന്റെ ദൈവത്തിന്റെ പ്രിയൻ, അതുകൊണ്ട് ഞാൻ കയറി കിടന്ന് നല്ല സൂപ്പറായിട്ട് ഉറങ്ങാൻ പോകുന്ന കിടന്നിറങ്ങിയായിരുന്നു. പരീക്ഷയൊക്കെ വരുമ്പോൾ പാസ്റ്റർ പറഞ്ഞു എന്തുവാ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കളാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കയറി കിടന്ന് ഉറങ്ങുക. അവനും ചെയ്യേണ്ട പണി ചെയ്യണമെന്നുള്ള കഥ കഴിയില്ലേ? അങ്ങനെയല്ല പറഞ്ഞതിന്റെ കാര്യം. ദൈവം നമ്മളോട് പറയുന്ന വിഷയം എന്തുവാ? ഞാൻ അവന്റെ പ്രിയനാ ആയാ മതി, പ്രിയനായാ മതി. അതാ മറിയോട് പറയുന്ന നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു. ആ നല്ല അംശം എവിടെയാ വെളിപ്പെടുന്ന? ലാസറിന്റെ കല്ലറക്കില്ല. അവൻ പക്ഷെ എല്ലാവരും പറഞ്ഞു ലാസർ മരിച്ചിരി പോകണ്ട, വാർത്തയും പറഞ്ഞു. പക്ഷെ മറിയോടെ കരച്ചിൽ, ആ വീഴ്ച കണ്ടപ്പോൾ തമ്പുരാൻ പറഞ്ഞു അതെ നിങ്ങൾക്ക് തരാനുണ്ട്. Praise the Lord. Praise the Lord. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ സ്ത്രീയെ കാണുന്നത്, ശമരിയക്കാരത്തിലാണ് പേര്. എല്ലാരും പറഞ്ഞു ഇവള് കൊള്ളത്തില്ലാത്ത സ്ത്രീയാ. ഇതൊരു നല്ല കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഓഫാക്കുക, ഓണാക്കുക. അത് നന്മയ്ക്ക് വേണ്ടിയാണ് ചിന്തിക്കുക. അകത്ത് പറഞ്ഞാൽ മതി. ശമരിയക്കാരത്തി സ്ത്രീയാ. അവളെ യേശുവിന്റെ അടുക്കൽ വന്ന് വെള്ളം കോരാൻ വന്ന. പക്ഷെ വെള്ളം കോരാൻ വന്നപ്പോ ഇത്രയും വലിയ പണി കിട്ടുമെന്ന് നമ്മളാണ് പ്രതീക്ഷിക്കുക അല്ലെ? നമ്മളാണ് പറഞ്ഞത് എനിക്ക് ഭയങ്കര തിരക്കാം അതുകൊണ്ട് അല്ലേ? ശമരിയക്കാരത്തെ സ്ത്രീ അങ്ങനെയല്ല. നീ വന്നും പോയി നിൽക്കില്ലായിരുന്നു. പണ്ട് മലങ്കാക്കെ വന്നും പോയി നിന്ന് എന്ന് പറഞ്ഞല്ലേ? ശമരിയക്കാരത്തെ സ്ത്രീ കർത്താവിന്റെ അടുക്കൽ നിന്ന് കുറച്ചു നേരം പുള്ളി വെള്ളം കോലിലൊക്കെ മറന്നു. പിന്നെ പുള്ളി ചിന്തിച്ചത് എന്തിനാ എന്നെ വിളിച്ചിരുത്തിയത് എന്നുള്ള ചിന്താതി പുള്ളി കുറച്ചു നേരം കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞു അതെ ഈ വെള്ളം എനിക്ക് വേണം. ഏത് വെള്ളം? നമ്മൾ ആദ്യം പറഞ്ഞു ജീവജലത്തിന്റെ ആ വെള്ളം. നിനക്ക് ദാഹിക്കത്തുള്ളതൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ ഇത്രയും കിലോമീറ്റർ നടന്ന് വന്ന് വെള്ളം കോരാൻ ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഇപ്പൊ എല്ലാവരും അങ്ങനെയാണ്. പൗർഷൻ ടി വി ചാനലുള്ളതുകൊണ്ട് ആരാധനയ്ക്ക് പോയിരുന്ന കുഴപ്പമില്ല, അവിടെ നിന്ന് കാണാൻ. ആരാധനയ്ക്ക് വന്നില്ലേലും
കുഴപ്പമില്ല. കാരണം എന്തുവാ, അവിടെയും എന്റെ ശബരിക്കാരൻ പറഞ്ഞ കാര്യം എന്തുവാ, ഈ വെള്ളം എനിക്ക് നൽകിയ അല്ലെ, ഞാൻ ഇവിടെ വരെ വരാതിരിക്കേണ്ടതിനാ അല്ലെ. പുള്ളിക്കാരന്റെ ആഗ്രഹം എന്തുവാ, വീട്ടിൽ ഇരുന്നാലും തൽക്കാലം എന്തുവാ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഒരു കാര്യം ഓർക്കുക, കിണറുള്ളിടത്ത് വന്നാലേ വെള്ളം കിട്ടുള്ളൂ. എല്ലായിടത്തും കിണറാന്ന് പറഞ്ഞിരുന്ന പൊട്ടക്കുഴികൾ കാണുള്ളൂ അല്ലെ. അങ്ങനെ പറഞ്ഞ ജീവജലത്തിന്റെ ഉറവയാകുന്ന എന്നെ ഉപേക്ഷിച്ച് പൊട്ടക്കുഴികളെ കുത്തുന്ന ആലയത്തിനകത്ത് വന്ന് നന്മ കിട്ടുമെന്ന് പറയുമ്പോ ആലയത്തിനകത്ത് നിൽക്കണം. പ്രാർത്ഥിക്കാൻ പറയുമ്പോ നമുക്ക് സ്വന്തമായിട്ട് തോന്നണം, ഞാനും ദൈവമായിട്ടുള്ള കൂട്ടായ്മയായിരിക്കും വരുന്നത്. അവിടെ പൗർവിഷൻ അല്ല വരുന്നത്. പൗർഷത്തിൽ പുള്ളി പാട്ട് പാടുമ്പോൾ നമ്മൾ കൈയടിച്ച് പാടും, നല്ല കാര്യം. പക്ഷേ ഒരു കാര്യം ഓർക്കാം, അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടോ നോക്കണം. നമ്മൾ അവിടെയാ ശ്രദ്ധിക്കണം. എന്തുവന്നറിയോ, ഇന്ന് രാവിലെ ആരാധനയ്ക്ക് വന്നപ്പോഴത്തേനും ഞായറാഴ്ച രാവിലെ എല്ലാവരും ആരാധനയ്ക്ക് പാസ് കൊടുക്കുന്നത് അവർ വായക്കെട്ടും അവിടെ എന്നാൽ കയ്യിൽ കൊടുത്തോണ്ട് തലേ ദിവസം കൊടുത്ത കയ്യിൽ കൊടുത്തോണ്ട് എത്ര പേര് എടുക്കുന്നുണ്ട്. എന്തോ കാര്യം. ഞാനൊരു സ്നേഹിതനോട് സംസാരിച്ചപ്പോ അവിടെ വീട്ടിൽ നിന്ന ജോലി എന്ന് പറഞ്ഞു, വീട്ടിൽ നിന്ന് ജോലിയുടെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഫ്രം ഹോം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. രാവിലെ കിടക്കപ്പായ നേരെ കമ്പ്യൂട്ടറിന് മുമ്പ് ഇരുന്നാൽ മതി. ഞാൻ ചിലപ്പോൾ ഡ്രസ്സൊന്നും മാറണ്ടേ, കാണുന്നില്ല, ഇങ്ങനത്തെ അത് കുഴപ്പം. കർത്താവേ, മറ്റത് അങ്ങനെയല്ലായിരുന്നു. കാരണം ജോലിക്ക് പോകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് കുട്ടപ്പനായിട്ട് കുളിച്ച് കുട്ടപ്പനായിട്ട് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് എല്ലാ ദിവസവും സേവ് ചെയ്ത് ഇപ്പൊ ഏത് കോലത്തിലായിരിക്കും അവരറിയുന്നില്ലല്ലോ. ഇതുപോലെ പലപ്പോഴും ഇന്നത്തെ ആത്മീയ ആരാധനയും നടക്കണം. പറഞ്ഞു ഒന്ന് കുറ്റം പറഞ്ഞതല്ല. ഒരു കാര്യം ഓർക്കുക, ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടുന്ന അതിൻ്റെതായ ക്രമീകരണം സ്ത്രീ പറഞ്ഞതാ. എന്തുവാ അതെ, എനിക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും നാളത്തെ പുള്ളിക്കാരുടെ പ്രാർത്ഥന എന്തുവാ, കഥാവ് എനിക്ക് ഇവിടം വരെ വന്ന് വെള്ളം തോരാതിരിക്കുമെന്നൊക്കെ ഒരു വഴി തുറന്നു തരാം. ചൂതുപാട്ടോടെ വന്നു. എന്തുവാ ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ല. പുള്ളിക്കാരി പറയുന്നത് അങ്ങനെ, ഇവിടെ വരെ വന്ന് വെള്ളം, പുള്ളിക്കാരി ഇത്രയും നാളെ പ്രാർത്ഥന എന്തുവാ, ഇവിടം വരെ വന്ന് വെള്ളം തോരരുത്. എനിക്ക് എന്റെ വീടിന്റെ സ്ഥലത്ത് എവിടെയെങ്കിലും അടുത്തെങ്കിലും ഒരു കിണറുണ്ടായിരുന്നെങ്കിൽ, അടുത്തൊന്നല്ല പറഞ്ഞ നീ ഇതുവരെയും ഒന്ന് വെള്ളം കോരാതെ വണ്ണ നിനക്ക് എപ്പോഴും കിട്ടുവാ ഞാൻ ജീവജലത്തിന് മതി തരാമെന്ന് പറഞ്ഞ ഒരാൾ നിൽക്കുന്ന വിശ്വസിച്ചുള്ള തെറ്റുണ്ടോ? കഥ പറഞ്ഞ അതല്ല വിഷയം. അതെ, നിനക്കൊരു പ്രശ്നമുണ്ട്. എന്തുവാ, നീ വീട്ടിൽ പോയി ആരെ വിളിച്ചോണ്ട് വരണം? നിന്റെ ഭർത്താവിന്. അതാ പ്രശ്നം. എപ്പോഴും എല്ലാം കിട്ടാത്തതിന്റെ കാര്യം എന്തുവാ, വേണ്ടി ആളെ വിളിച്ചോണ്ട് വരത്തില്ലെന്ന് അവൾ പറഞ്ഞ മറുപടി. അതെ, എനിക്ക് ഈ ആരും ഇല്ലെന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചോ. നമുക്ക് ആരും ഇല്ല, നമ്മൾ ചിലപ്പോൾ കഥാവ് എനിക്ക് ആരും ഇല്ല, നമ്മൾ വൈകുന്ന നെഞ്ചത്തടി നിലവിളിയൊക്കെ ഉണ്ട്. കഥാവ് വയ്ക്കും. ശരി, ആരും ഇല്ലെന്നൊക്കെ പറയുന്ന പാർട്ടി പണ്ട് പടകെടുത്തോണ്ട് പോയതുപോലെ ആണല്ലോ ചില സമയത്ത്. അതെ, കഥാവ് ഞങ്ങൾ സകലവും പെട്ട് തന്നെ അറിയാൻ പറ്റും, ഇനി ഞങ്ങൾക്ക് എന്നാ കിട്ടും. കഥാവ് അതിന് പറഞ്ഞില്ല. അതെ, നീ വിട്ടെന്നൊക്കെ പറഞ്ഞ് ശരിയാ, പക്ഷെ അന്ന് നീ പടകെടുത്ത് മാറ്റിയിട്ടെന്ന് എനിക്കറിയാം എന്ന് കഥാവ് പറഞ്ഞു. പക്ഷെ കഥാവ് മറുപടി കൊടുത്തു, നീ സകലവും വിട്ട് അനുഭവിച്ചത് സംഭവിച്ചു, എന്നാലും എന്തുവാ നീ വിട്ടിട്ടുണ്ടോ നിനക്ക് കിട്ടും, വിട്ടിട്ടില്ല കിട്ടത്തില്ല. അതിനർത്ഥമാണല്ലോ വിട്ടാൽ എന്ത് കിട്ടും, കിട്ടേണ്ടത് കിട്ടും. ഈ ലോകത്തിൽ എന്തിനെ വിടുന്നു, അമ്മയോ അപ്പനോ മക്കളോ സഹോദരങ്ങളോ നിലങ്ങളോ വീടോ എന്ത് വിടുന്നു അത് മടക്കി തരും. 100 മടങ്ങി തരും എന്നൊക്കെ പറഞ്ഞു. ഇഷ്ടംപോലെ കിട്ടണം, നല്ല കാര്യം. 100 മടങ്ങി തരാന്ന് പറയുന്നത് തമ്പുരാന് വലിയ കുഴപ്പമുള്ള കാര്യമാണ്. ഇഷ്ടംപോലെ തരും. അത്രയും തരാന്ന് പറഞ്ഞു, 100 മടങ്ങി തരാന്ന് പറഞ്ഞ് തമ്പുരാന് എനിക്ക് ചെറിയ കൂര തരണം പറഞ്ഞിരിക്കുന്ന പാർട്ടി നമ്മൾ. നീ കയ്യിൽ കിടക്കാനൊരു ചെറിയ കൂര തമ്പുരാൻ പറഞ്ഞത് 100 മടങ്ങി തരാന്ന് പറഞ്ഞു. എന്താ പറയാ, വലിയ നല്ല തരാന്നാ പറഞ്ഞ. എന്നാ കാര്യം വന്ന പുള്ളി പറഞ്ഞു, അതെ ഞാൻ പോവാ മീൻ പിടിക്കാൻ. പടകെടുത്തോണ്ട് പോയി. വിട്ടേച്ച് പോരണോ, വിടാനാ ബുദ്ധിമുട്ട്. കാരണം എന്തുവാ, ഈ വിടാൻ ഉദ്ദേശിക്കുന്ന സാധനം എപ്പോഴും കൂടെ പിടിക്കുന്ന അല്ലെ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു അധികാരം അവൻ മുമ്പും പിമ്പും എന്നെ അടച്ചു. അവന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. വഴി അടയുമ്പോൾ വഴി തുറക്കുന്ന ദൈവത്തിനാണ്, പക്ഷെ തുറക്കാത്തതിന്റെ കാര്യം എന്തോ കർത്താവിന്റെ കയ്യ വെച്ചിരിക്കുന്നു. അപ്പൊ കർത്താവ് കൈ എടുക്കാതെ തന്നെ കാര്യം നോക്കും. അപ്പൊ കൈ അടച്ചു വഴി അടയ്ക്കുന്നതിന്റെ കാര്യം എന്തോ, പല വഴി കൂടെ നമ്മൾ നടക്കാനുണ്ട് കൃത്യമായിട്ട്. സമരക്കാരി എന്റെ ഭർത്താവ്
വിളിച്ചോണ്ട് നമ്മളിപ്പോ ഇപ്പോഴുള്ളവൻ അപ്പൊ കഥാവ് പറഞ്ഞ മറുപടി ഏറ്റവും രസം എന്തുവാ 5 ഉണ്ടായിരുന്നു, ഓരോരെണ്ണം ഉണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവിടെ അംഗീകരിച്ച് ഇവിടെ 5 അംഗീകരിച്ചിട്ട് 6 ഇവിടെ അംഗീകരിക്കുന്നില്ല ഈ പ്രശ്നം. അങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞു? എന്തുവാ ഇപ്പോഴുള്ളവരോ? ഇപ്പോഴുള്ളവരുണ്ടല്ലോ, അത് ആരാധന പറഞ്ഞ പുള്ളി നിർത്തിയേക്കുന്ന 10 പറഞ്ഞ. എന്നാൽ കർത്താവിനോട് പറയുമ്പോ എന്തുവാ? കർത്താവ് എനിക്ക് ഭർത്താവില്ല ഇങ്ങനല്ലേ പറഞ്ഞു. കർത്താവ് പറഞ്ഞ 5 ഉണ്ട്, നീ 5 അംഗീകരിച്ചില്ല, 6 നീ അംഗീകരിക്കില്ല. അപ്പൊ എന്ത് പറഞ്ഞു? ഭർത്താവിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞ കാര്യം, നീ ആദ്യം ഭർത്താവിനെ അംഗീകരിക്കണം, എന്നിട്ട് വേണം എന്റെ എനിക്ക് ജീവിതത്തിൽ നിന്ന് ചോദിക്കാൻ. ആദ്യം സ്വന്തം കുറ്റം അംഗീകരിക്കണം, എന്നിട്ട് വേണം നീ ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ്. അത് പറഞ്ഞു ഈ സമരക്കാരത്തി പാവം സ്ത്രീ കർത്താവിന് പോയി പെട്ടുപോയതെന്ന് ഓർത്ത് നിൽക്കുമ്പോഴാണ് കർത്താവിന് പറഞ്ഞു, കർത്താവ് പിന്നെ രക്ഷപ്പെടാൻ ഒറ്റ വഴി. കാര്യം ശരിയാ കർത്താവ്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഞങ്ങൾ ആരാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാര് ആ മതിൽ ഈ മതിലൊക്കെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവ്. അപ്പൊ പിന്നെ അവർ രക്ഷപ്പെടില്ലെന്തുവാ? എന്തൊക്കെയാണ് എന്ത് കുറവുണ്ടാലും ശരി, ഞങ്ങൾ എന്തുവാ കൈയടിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ആരാധിക്കുന്നു, ഒക്കെ ശരിയാന്നേ, ഒക്കെ ശരിയാ. പക്ഷെ ആ ആരാധന ഒന്നല്ല എനിക്ക് വേണ്ട വിഷയം. ദൈവത്തെ ആരാധിക്കുന്നവർ അങ്ങനെ ആരാധിക്കണം. ആത്മാവിലും ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നു. ആ വാക്യം കൊണ്ട് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യം. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. അപ്പൊ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അവരാരാ? സത്യനമസ്കാരികളാണ്, ശരിക്കും നമസ്കരിക്കുന്നവരാണ്, സത്യമായിട്ട് ദൈവത്തെ അംഗീകരിക്കുന്നവരാണ്. അപ്പൊ നമസ്കരിക്കേണ്ട രീതിയുണ്ട്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിനെ സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വന്നിരിക്കുന്നു. അടുത്ത പറയുന്ന നാഴിക വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. അപ്പൊ എങ്ങനെയുള്ളവരായിരിക്കും? നമ്മുടെ ആരാധനകളൊക്കെ എന്ന് പറയുന്നറിയോ? നമ്മൾ ഇങ്ങനെയൊക്കെ ആരാധിക്കുന്നു, അങ്ങനെയൊക്കെ നടത്തുന്നു അല്ലെ? നമ്മൾ പാട്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്നു, കൈയടിക്കാൻ പറഞ്ഞാൽ കൈയടിക്കുന്നു, കൈയടിക്കണ്ടെന്ന് പറഞ്ഞാൽ. പക്ഷെ പിതാവ് ആഗ്രഹിക്കുന്ന തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കും. എങ്ങനെയുള്ളവർ? സത്യ നമസ്കാരികളായിരിക്കണം. അവൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരായിരിക്കണം. ഹലോ, അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ആരാധിക്കുമ്പോ എങ്ങനെയുള്ള ആരാധന വെളിപ്പെടണം? സത്യ നമസ്കാരികളായിരിക്കണം, ആത്മാവ് സത്യത്തിലും. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്റെ പ്രസാദം നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ഉചിതമായ നല്ലൊരു ആരാധന ദൈവത്തിൽ അർപ്പിക്കണമെങ്കിൽ സത്യ നമസ്കാരി ആവണം. ഈ സത്യത്തെ കുറിച്ച് പറയുമ്പോ ആകെ സത്യത്തെ കുറിച്ച് ഒറ്റ വ്യക്തിയുള്ളൂ. അതാരാ? ബൈബിളിന്റെ അടുത്ത് ഒരാളെ സത്യത്തെ കുറിച്ച് ചോദിക്കുന്നു, ആരാ? ഞാനല്ല, എന്നെ ഇങ്ങനെ കണ്ടുപിടിപ്പിക്കാൻ. ആരാ ചോദിച്ച? പീലാത്തോസാ പറഞ്ഞ. സത്യം എന്നാ എന്ത്? കഥാവ് പറഞ്ഞ ഒറ്റ സത്യമുള്ളൂ, ഞാൻ തന്നെ വഴിയും സത്യവും ഒറ്റ സത്യമുള്ളൂ. അങ്ങനെയെങ്കിൽ സത്യം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്തുവാ? സത്യ നമസ്കാരം എന്ന് പറഞ്ഞാൽ കർത്താവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് യഥാർത്ഥത്തിൽ കർത്താവിനെ സേവിക്കുന്നവരാകണം. സത്യ നമസ്കാരികൾ ആത്മാവിശുദ്ധിയിലുമാണ്. പിതാവ് ആഗ്രഹിക്കുന്നു ഇങ്ങനെ ആയിരിക്കണമെന്ന്. അടുത്തത്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുക. അവനെ നമസ്കരിക്കുന്നവർ എങ്ങനെ? നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ നമസ്കരിക്കാറുണ്ടോ? ഞങ്ങൾ എങ്ങനെയാ ഈ പിടി വെള്ളത്തില്ല അതുപോലെ ബലം പിടിച്ചിരുന്നു കുഴപ്പമില്ല. പക്ഷെ ബലമുള്ളവന്റെ പോലെ പിടിച്ചിരിക്കുന്നു. പിതാവിനെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ആത്മാവാക്കുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിനും. വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞതാ ആരെ കുറിച്ച്? പിതാവിനെ നമസ്കരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലെ? ഇത്രയും കാര്യം കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരി കാര്യം വിട്ടിട്ട് ഈ പുള്ളിക്കാരിക്ക് വലിയ അഭിപ്രായം പറഞ്ഞു നിൽക്കുന്നതൊക്കെ നല്ലതാണ്. ഒറ്റ രക്ഷകർത്താവേ, ഒന്നുമല്ല, ഇതൊക്കെയാണ് ശരിയെങ്കിൽ എനിക്കൊരു ആദ്യം മിഥിക വരുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്.
അന്ന് കണ്ടാൽ ഞങ്ങൾക്ക് ഈ പ്രശ്നമൊക്കെ തീരുമെന്ന് ആവശ്യം. പുള്ളിക്കാരി പറഞ്ഞത് അങ്ങനെയാ, മെസ്സിഹ വന്ന് സകലവും ക്രമത്തിലാകുമെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. പുള്ളിക്കാരെ പ്രതീക്ഷ എന്തുവാ? എന്റെ ജീവിതം ക്രമീകരിക്കപ്പെടണമെങ്കിൽ വാഴ്ത്തപ്പെട്ടവൻ വന്നാൽ മതി, ആ രാജാവ് വന്നാൽ മതി, എന്റെ പ്രശ്നം മുഴുവൻ തീരും. ഇന്ന് പകരം അങ്ങനെയെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? എന്റെ ജീവിതത്തിനകത്ത് യേശുവിന് സ്ഥാനം കൊടുത്ത നിശ്ചയമായും എന്റെ പ്രശ്നങ്ങൾ മാറുമെന്ന് തിരിച്ചറിയാൻ പറ്റുമോ? ദൈവത്തിന് കേൾക്കുന്നത് അവിടെ ഞാനാ മെസ്സിഹ. സഭയെക്കാലത്ത് ഇങ്ങോട്ട് വന്നപ്പോ ഒരു കലം കൊണ്ട് വന്ന വ്യക്തിയാണ്, പക്ഷെ തിരിച്ചു പോയത് കർത്താവിനെ കൊണ്ടാണ്. ഇന്ന് ഒരു കലം കൊണ്ടൊക്കെ ആയിരിക്കും വന്നിരിക്കുന്നത്. എല്ലാം അങ്ങനെ ചുമപ്പിച്ചു. എന്നാലും എന്റെ കൂട്ടത്തിൽ എന്റെ സഹോദരൻ വന്നായിരുന്നെങ്കിൽ ഒരു കലം വെള്ളം ഒന്ന് സഹായിച്ചാന് എന്നൊക്കെ പറഞ്ഞേക്കും. അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള ഇത്രയും പേരുണ്ടായിട്ട് ഒന്നും പോലും ഞാൻ വെള്ളം കോരാൻ പോകുന്നുണ്ട് കൂടെ വന്നിരുന്ന നമുക്ക് ഓർത്തായിരിക്കും വരുന്നത്. ഒരു കാര്യം ഓർക്കുക, എല്ലാ ഭാരങ്ങളും കൊണ്ട് അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് തിരിച്ചു പോയപ്പോ ആ ഭാരമെല്ലാം വെച്ചത് പുള്ളി മറന്നുപോയി, കൊണ്ടുവന്ന ഭാരമല്ല ഇത് ആലയത്തിനകത്തെ നന്മ എന്ന് പറയുന്നത്. ഇതിന് പകരം ഭാരവും പ്രയാസവും ദുരിതവും ദുഃഖവും ഒക്കെ ആയിട്ടായിരിക്കും ആലയത്തിനകത്ത് വന്നു കയറിയത്. പക്ഷെ ഇതിന് പകരം ദൈവസ്ഥാനം തിരിച്ചറിയുമ്പോൾ, കർത്താവിനെ തിരിച്ചറിയുമ്പോൾ കൊണ്ടുവന്ന ഭാരം വിട്ടുകളയച്ച് അവന്റെ പിന്നാലെ നിന്ന് പോകും, മിശിഹായെ ചുമന്നുകൊണ്ട് പോകും. നിശ്ചയമായും മറുപടി വരുവാൻ സ്വർഗ്ഗ വിശ്വസനാണ്. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗ്ഗകനാൻ ദേശമതേ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗ്ഗകനാൻ ദേശമതേ. ഒരിക്കൽ വലിയ ലക്ഷ്യം നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? ഹൃദയർശം പ്രകാശിക്കട്ടെ. എനിക്ക് വേണ്ടി സ്വർഗീയ കനാൻ, അവൻ എനിക്ക് വേണ്ടി വാസ്തവ ഒരുക്കുവാൻ പോയതാണ്. അതവൻ അവൻ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കും. ഇങ്ങനെ ഭാഗമുള്ള നിർത്തുകയാണ്. കഥമനെ അടുത്ത ആഴ്ച ബാക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ആലോചനകളോട് സഞ്ചരിക്കാൻ താല്പര്യം. അവൻ തെരഞ്ഞെടുത്തടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആലയത്തിനകത്തൊരു നന്മയാണ്. ആലയത്തിനകത്ത് രഥാപചരിക്കൽ വന്നവൻ തിരികെ പോകുന്ന മസിഹായും ഉണ്ടായിരുന്നു. ദർശനം മാറണം. എന്തുവാ? മസിഹ വന്നാൽ സകലവും, മസിഹ വന്നാൽ സകലവും. ആ വാക്യം വായിക്കാമോ? സമരിക്കാത്ത സ്ത്രീ പറയുന്നു. സ്ത്രീ അവനോട്, മശീഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. സകലവും ക്രമത്തിലാണ്. മസിഹ എന്ന് വെച്ചാൽ നമുക്ക് രാജാവ് നിത്യത നടക്കാൻ പോകുന്ന വിഷയമാണ്. പക്ഷെ അവർ അറിയില്ല. ഞാൻ കഥാ പറഞ്ഞു, എന്നാ ശരി നീ കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയാണല്ലോ, അന്ന് നടക്കും കേട്ടോ എന്നല്ല പറഞ്ഞത്. എന്റെ ജീവിതത്തിൽ ചിലത് നിവർത്തിക്കുവാൻ, എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറ്റുവാൻ, പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത് നിന്നിട്ട് പ്രതീക്ഷ തരുവാൻ, കൊണ്ടുവന്ന ഭാരത്തെ ഇറക്കി വെച്ച് സ്വാതന്ത്ര്യത്തോടെ അയക്കുവാൻ ഞാൻ വന്നിട്ടുണ്ടെന്നേ. അപ്പോൾ അതിനെ വിശ്വസിക്കാൻ ദൈവകരങ്ങളിലേക്ക് എത്തിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ആത്മാവിന്റെ പകൽ പ്രശ്നങ്ങൾ ആത്മാർത്ഥതയോടെ ഹൃദയദൃഷ്ടിയോടെ സ്വർഗം സംസാരിച്ച എല്ലാ ദൈവിക ആരോഗ്യങ്ങൾക്ക് ആശ്രമം, വിടുതലുകൾ കൽപ്പിച്ചിരിക്കാൻ ആശ്രമം, ദൈവം പ്രവർത്തിക്കാൻ സ്തോത്രം. വചനത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച ദൈവിക പ്രവർത്തിക്കാൻ ആശ്രമം. ഞങ്ങളുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിത്യതയിൽ പ്രാർത്ഥന നിത്യജീവൻ അവകാശികളായി തീരുന്ന സ്വർഗീയ പ്രവർത്തനം നടത്തും. അനുദിനവും തീരാതെ സൂക്ഷിച്ചതിന്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്ത ദൈവകരങ്ങളെ പിന്തിരിപ്പൻ പ്രാർത്ഥന സ്തോത്രം യേശുവിൻ നാമത്തിൽ പിതാവേ.